അതിശക്തമായ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1% അതിശക്തം ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി എന്ന് വിളിച്ച ആ ഒരു സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സ്ട്രാറ്റജി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്പെഷ്യലാണ്. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ജീവിതം മാറ്റിമറിച്ചത് ഈ ഒരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ ഇത് ട്രേഡ് ചെയ്തിട്ടാണ് ഓപ്ഷൻ സെല്ലിംഗ് അതിശക്തമായിട്ട് എന്റെ ചോരയിലേക്ക് കയറിയത്. ഈ ഒരു സ്ട്രാറ്റജി ട്രേഡ് ചെയ്യാനായിട്ട് മിനിമം വേണ്ട ക്യാപിറ്റല് 30,000 രൂപയാണ്. ഇന്ന് ഫിൻനിഫ്റ്റി കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ട്യൂസ്ഡേ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി കൂടി അറ്റാക്ക് ചെയ്യാം. കേട്ടല്ലോ. അപ്പോൾ നമ്മുടെ ആശാൻ പഠിപ്പിച്ചു തന്ന ആശാന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആഴ്ചയിൽ സ്ഥിരമായി ആശാൻ 1% എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രാറ്റജി എങ്ങനെ നമ്മുടെ ആൽഗോയിൽ സെറ്റ് ചെയ്യാൻ നോക്കാം. അതുവഴി നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്ലിക്കിൽ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസോ ഒരു ഫോട്ടോ ഇല്ലാതെ ലൈഫ് ലോങ് ഒരു സിംഗിൾ ക്ലിക്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മിഥുൻ. എല്ലാ മലയാളികൾക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണമെന്ന് ഉദ്ദേശിച്ചിൽ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് കണ്ട് ഒത്തിരി പേര് നമ്മളിപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു, അതുവഴി ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആൻഡ് നിങ്ങൾക്കറിയാം, നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഇവിടെ എല്ലാം ഉണ്ട്. സ്റ്റോക്ക് സ്വിംഗ് ലോങ് ടൈം ട്രേഡുകളുണ്ട്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡുകളുണ്ട്, ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, ക്രിപ്റ്റോ ട്രേഡിംഗ് ഉണ്ട്, കോപ്പി ട്രേഡിംഗ് ഉണ്ട്, ആൽഗോ ട്രേഡിംഗ് ഉണ്ട്, US മാർക്കറ്റിലെ ട്രേഡിംഗ് ഉണ്ട്. ആൻഡ് ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ അടുത്ത അനന്ത സാധ്യതകൾ തേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം, ഏറ്റവും ലാസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത നമ്മുടെ ഒരു അഡ്വാൻസ്ഡ് ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് managesalgo.com. ഈ പുതിയ വെബ്സൈറ്റിന്റെ ഇനാഗുറേഷനും അതിലെങ്ങനെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ മാപ്പ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള മൾട്ടിപ്പിൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം, ഒപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മസ്റ്റ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലെ ഡിമാറ്റ് നിങ്ങളിപ്പോൾ എൻ്റെ ലിങ്ക് വഴി ഓപ്പൺ ചെയ്യുന്നത് പോലുമില്ല, മറ്റെല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് സർവീസ് കിട്ടണമെങ്കിൽ ഞാനൊരു കണ്ടീഷൻ പറയാറുണ്ട്. എൻ്റെ ലിങ്കിൽ ഓപ്പൺ ചെയ്ത ഡിമാറ്റുകൾക്ക് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സുകൾ ഫ്രീ കൊടുക്കാറുള്ളൂ, നമ്മളുടെ ഓപ്ഷൻ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യാറുള്ളൂ. ആൻഡ് വൺ മോർ തിങ്, ഇതിനൊന്നും നമ്മൾ പൈസ മേടിക്കാറില്ല. നമ്മൾ ശ്രീബുദ്ധൻ്റെ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സർവീസൊക്കെ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ആൻഡ് അതിൽ തന്നെ അല്പം കൂടിയും എനിക്ക് ധൈര്യത്തിലെടുത്ത് പറയാം, ഈ പറയുന്ന ടെർമിനൽ എൻ്റെ ലിങ്ക് പോലും വഴി വേണ്ട, നിങ്ങൾ ആരുടെ ലിങ്ക് വഴി ഓപ്പൺ ചെയ്ത് ഡിമാറ്റ് വേണമെങ്കിലും ഈ ആൽഗോ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ആൻഡ് അതുമാത്രമല്ല, കോസ്പാർട്ട് നിലവിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമോ, ഇത് ആൽഗോ ട്രേഡിംഗ് മാത്രമല്ല കേട്ടോ, ഇത് കോപ്പി ട്രേഡിങ്ങിനും ബാക്ക് ടെസ്റ്റ് ചെയ്യാനും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സ്ട്രാറ്റജി ബിൽഡറാണ്, ബാക്ക് ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതെല്ലാം കൂടിയുള്ള പ്ലാറ്റ്ഫോം ഒരു മന്ത്ലി ഫീസൊന്നും ഇല്ലാതെ എൻ്റെ അറിവിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. സോ നമുക്കിതിനങ്ങനെ മന്ത്ലി ഫീസോ അല്ലെങ്കിൽ ഒരു 3,000-5,000 രൂപ മാസം പേയ്മെൻറ്റോ ഒന്നും ഇതിനില്ല. ഇതിന് ജസ്റ്റ് ഉള്ള ഒരേ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഓർഡേഴ്സിനോ അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഫയലിനോ ആണ്. അതും ലക്ഷങ്ങളോ കോടികളോ ആയിരങ്ങളോ വേണ്ട, വെറും 2 രൂപയാണ്. ഒരു ഓർഡറിന് 2 രൂപ. അത് നിങ്ങൾ 1,00,000 രൂപയുടെ ഓർഡർ ആയാലും 10,00,000 രൂപയുടെ ഓർഡർ ആയാലും എത്ര ക്വാണ്ടിറ്റി ആയാലും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ് ടു 3 to 5 years വരെയൊക്കെയുള്ള ബാക്ക് ടെസ്റ്റ് ആയിട്ട് ഇത് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, നിങ്ങൾക്കത് ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം നിലവിൽ ആവറേജ് എത്ര കോസ്റ്റ് ഉണ്ട്? എനിക്ക് അറിയുന്ന മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസൊക്കെ ഒരുവിധം യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് മോക്ക് എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇവരെ കമ്പയർ ചെയ്ത് വളരെ ചീപ്പാണ്. വേറെ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിന് ഒരു 2 rupees മാത്രം, ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ഏതാണ്ട് 50 പൈസയോ എങ്ങാണ്ടാണ് മേടിക്കുന്നുള്ളൂ. അത്ര ചീപ്പായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിലും ഒരു ആനുവൽ മെയിൻ്റനൻസോ മന്ത്ലി ചാർജസോ ഒന്നുമില്ല. സോ കോസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലുള്ള ഫെസിലിറ്റീസിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ മാച്ച് ചെയ്യാൻ തൽക്കാലം ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്ന് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തമായിട്ട് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. സോ അധികം വലിച്ചു കിട്ടാതെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്കും അതുപയോഗിച്ച് ആശാന്റെ അതിശക്തം സ്ട്രാറ്റജി, വീക്കിലി 1% ഉണ്ടാകുന്ന സ്ട്രാറ്റജി എങ്ങനെ നിങ്ങൾക്ക് തന്നെ ബിൽഡ് ചെയ്യാം എന്നുള്ളതും. ഇനി അവിടെ തന്നെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഞാൻ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിൽ ട്രേഡ് ചെയ്യാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്യുന്നതെന്ന് അറിയണം. എങ്ങനെയാണ് ആശാൻ നിഫ്റ്റിയിൽ 1% ഉണ്ടാക്കുന്നത് എന്നുള്ള സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാം. ആൻഡ് ഒരു 2 സർപ്രൈസ് കൂടി നിങ്ങൾക്കുണ്ട്. ആ വീഡിയോ തന്നെ ആശാൻ പറയുന്നുണ്ട്, ഇത് ഫിൻനിഫ്റ്റിയിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, നിങ്ങളോട് ബിൽഡ് ചെയ്തോളാൻ ആശാൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് കേട്ട് ഫിൻനിഫ്റ്റിയിൽ മാത്രമല്ല 5 ഇൻഡെക്സസിലും ഇത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആഴ്ചയിൽ 5 ദിവസവും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. തിങ്കൾ തൊട്ട് വെള്ളി വരെ ഒരു ദിവസം വൈകാതെ 1% സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കും, അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ 5% കിട്ടിയോ? 5 കിട്ടില്ല, ഒരു 2.5 വരെ കിട്ടുള്ളൂ. അതിൻ്റെ കാരണം ആശാന്റെ സ്ട്രാറ്റജിയുടെ പ്രത്യേകത നിങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി കാണും. ബുധനാഴ്ച എടുത്തിട്ട് വ്യാഴാഴ്ചയാണ് ക്ലോസ് ചെയ്യുന്നത്. ബുധനാഴ്ച രാവിലെ 9:30 എൻ്റർ ചെയ്യുന്നു, വ്യാഴാഴ്ച വൈകിട്ട് 3:15 നിഫ്റ്റി എക്സ്പയറി ആകുമ്പോഴാണ് ക്ലോസ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്കറിയാം, വ്യാഴാഴ്ച രാവിലെ നമ്മൾ പുതിയ ട്രേഡ് എടുക്കേണ്ടതുണ്ട്. സെൻസെക്സിന്റെ എക്സ്പയറി ട്രേഡ് വ്യാഴാഴ്ച രാവിലെ ആയിരിക്കും എടുക്കേണ്ട വരാം. അങ്ങനെയാകുമ്പം 2 ഇൻഡെക്സസിലും നിങ്ങൾ ഒരേ സമയം പൊസിഷൻ എടുക്കേണ്ടി വരും. സോ നിങ്ങൾ സപ്പോസ് ഒരു 50,000 രൂപ, ആശാൻ പറയുന്നത് വെറും 30,000 മതി എന്നാണ്, പക്ഷേ ഒരു 50,000 കീപ്പ് ചെയ്തോളൂ. ഒരു 50,000 കീപ്പ് ചെയ്ത് ഒരു ലോട്ട് ട്രൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ആശാൻ പറയുന്ന അയൺ കൗണ്ടർ ഒരു ലോട്ട് എൻ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി മാത്രമേ പറ്റുള്ളൂ. ചിലപ്പോൾ നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയും പറ്റും. ബിക്കോസ് ഫിൻനിഫ്റ്റി തിങ്കളാഴ്ച റൺ ചെയ്തിട്ട് ചൊവ്വാഴ്ച ക്ലോസ് ചെയ്യുന്നു, നിഫ്റ്റി ബുധനാഴ്ച റൺ ചെയ്ത് വ്യാഴാഴ്ച ക്ലോസ് ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്യാം. അപ്പോൾ എത്ര ശതമാനം കിട്ടി? 2% കിട്ടി. ഇത് തന്നെ 5 ഇൻഡെക്സസിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് റൺ ചെയ്യാം. പക്ഷേ അവിടെ 1,00,000 രൂപ ക്യാപിറ്റൽ വേണം. സോ മിനിമം 1 lakh ഉണ്ടെങ്കിൽ
ഒരു ലോട്ട് വെച്ച് 5 ഇൻഡൈസസിലെയും എക്സ്പയറി ട്രേഡ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ആഴ്ചയിൽ 5 ട്രേഡും സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2.5% നെറ്റ് റിട്ടേൺ ആണ് കിട്ടുക. ബിഗ് റിട്ടേൺ ആണ്. ആഴ്ചയിൽ 2.5% ഫുൾ സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. മറ്റൊരു ഗുണം കൂടിയുണ്ട്, ലോസ് വന്നാൽ. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി മാത്രം റൺ ചെയ്യാമെന്ന് വിചാരിക്കൂ. ആ ആഴ്ച നിഫ്റ്റി ലോസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശാൻ പറഞ്ഞിട്ടുണ്ട് ലോസ് വന്നാലും 1% ലോസ് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 1% ലോസ് വരും. പക്ഷേ ഈ 5 ഇൻഡൈസസും റൺ ചെയ്താൽ നിഫ്റ്റി ലോസായി ചിലപ്പോൾ ഫിൻ നിഫ്റ്റി നമുക്ക് അതിനെ കവർ ചെയ്ത് തരും. ഫിൻ നിഫ്റ്റി ലോസായി ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി കവർ ചെയ്ത് തരും. സോ ലോസ് അഡ്ജസ്റ്റ്മെൻറ്റിനും അല്പം കൂടിയും റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പറയുന്ന 5 സ്ട്രാറ്റജിയും റൺ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പം ഇന്നത്തെ എൻ്റെ ട്രേഡിംഗ് റിസൾട്ട് കാണിച്ചു തരാം. സോ ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ബുധനാഴ്ചയാണ്. നിങ്ങൾക്കറിയാം ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയി പ്രോഫിറ്റിലായിരുന്നു. ഇന്ന് നിഫ്റ്റി ഫസ്റ്റ് എൻട്രി ദിവസമായിരുന്നു. നിഫ്റ്റിയുടെ ഒരു ലെഗ് എസ് എൽ അടിച്ചു. സോ ആശാൻ പറഞ്ഞ പ്രകാരം നിഫ്റ്റി ഈ ആഴ്ച 1% ലോസ് ബുക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ എൻ്റെ P&L നെറ്റ് സീറോയിലാണ്. ബിക്കോസ് ബാങ്ക് നിഫ്റ്റി എനിക്ക് കഴിഞ്ഞ ദിവസം ലോസ് വന്നതുകൊണ്ട് നിഫ്റ്റിയുടെ ലോസിനെ എന്നെ ബാധിക്കുന്നില്ല. ആൻഡ് മുന്നോട്ട് പോകുമ്പോൾ നിഫ്റ്റിയുടെ ഒരു ലെഗാണ് ക്ലോസ് ആയിട്ടുള്ളൂ, മറ്റേ ലെഗ് ഒരു അഡീഷണൽ പ്രോഫിറ്റ് കൂടി തരികയും ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. സോ നമ്മുടെ ആശാൻ്റെ ഫേവറേറ്റ് 1% സ്ട്രാറ്റജി നിഫ്റ്റിയിൽ റൺ ചെയ്യാം. ആൻഡ് ആശാൻ അഡ്വൈസ് ചെയ്തതുപോലെ മറ്റ് ഇൻഡൈസസിൽ കൂടി നിങ്ങൾക്ക് റൺ ചെയ്യാം. ആൻഡ് നിങ്ങൾക്കും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ട പോലുമില്ല. ഇത്തരം സ്ട്രാറ്റജികൾ ഞങ്ങളുടെ ടീം ഓൾറെഡി ഇതിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനൊരു സിംഗിൾ ക്ലിക്കിൽ കോപ്പി ചെയ്യാം, സിംഗിൾ ക്ലിക്കിൽ ഡിപ്ലോയ് ചെയ്യാം, റൺ ദെൻ കൈകെട്ടിയിരിക്കാം. ജസ്റ്റ് എല്ലാ ദിവസവും എന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ നോക്കിയാൽ മതി. എല്ലാ ദിവസവും നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട, എല്ലാ ദിവസവും റൺ ചെയ്യേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ P&Ls മാറുന്നതും SL അടിക്കുമ്പം നിങ്ങളുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ആകുന്നതും പുതിയ പൊസിഷൻസ് എടുക്കുന്നതും SL ട്രയൽ ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് ഇതിൻ്റെ മറ്റൊരു മനോഹാരിത. നിങ്ങൾ പുറത്തൊക്കെയാണ്, ഇപ്പം UAE ആൾക്കാരുണ്ട്, അതർ കൺട്രീസിലുള്ള ആൾക്കാരുണ്ട്, അവർക്കൊന്നും ട്രേഡ് ചെയ്യാൻ സമയമില്ല. പക്ഷേ ഇത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിമാറ്റിൽ തന്നെ ട്രേഡ് നടന്നോളും. 1% കിട്ടിയാൽ തന്നെ മതി. ആഴ്ചയിൽ 1% കിട്ടിയാൽ തന്നെ മാസം 5% ആയി. എല്ലാം ഭംഗിയായി നടന്നാൽ ആഴ്ചയിൽ 2.5% കിട്ടും. അങ്ങനെയാണെങ്കിൽ മാസം 10% വരെ ഒരു പണിയെടുക്കാതെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആശാൻ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ആൻഡ് അവിടെയും തീരുന്നില്ല. ആശാന്റെ 1% സ്ട്രാറ്റജിയിലുള്ള നമ്മുടെ അപ്ഡേറ്റ് കുറച്ചുകൂടി മോഡിഫിക്കേഷൻസ് കൂടി ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇത് ഗുരുനിന്ദിയാവോ, ആശാൻ അറിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത പറയും. ഇവിടെ നിങ്ങൾ പുതിയതായിട്ടൊരു ഫണ്ട് കൊണ്ടുവരേണ്ട പോലും ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിങ്ങിന് വേണ്ടി ഈ പറയുന്ന സ്ട്രാറ്റജിക്ക് വേണ്ടി മാത്രം പൈസ മാറ്റി വെക്കേണ്ട. നിങ്ങൾക്ക് നല്ല നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ പൈസ പ്ലെഡ്ജ് ചെയ്ത് കൂടി ഈ സ്ട്രാറ്റജി റൺ ചെയ്യാം. നിങ്ങളുടെ അടുത്തൊരു 3 ലക്ഷത്തിൻ്റെ 5 ലക്ഷത്തിൻ്റെ സ്റ്റോക്കുള്ള ഒരാളാണെന്ന് വിചാരിക്കും. നിങ്ങൾ പിന്നെ പുറത്തുനിന്ന് ഫണ്ട് റൈസ് ചെയ്യേണ്ട, നേരെ ആ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്യുന്നു, അതിനുശേഷം ഡിമാറ്റ് ആഡ് ചെയ്താൽ മതി. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അല്പം ബെറ്റർ ICICI, HDFC ഒക്കെ പോലുള്ള പ്ലാറ്റ്ഫോംസ് ആണ്. ബിക്കോസ് അവരാണ് പ്ലെഡ്ജ്ഡ് ഫണ്ടിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ കിട്ടുക. ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ട്രേഡ് ചെയ്യുന്ന ICICIയിലാണ്. ഞാൻ എൻ്റെ 50 lakhs മുകളിലൊരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ICICIയിൽ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. അതുവഴി എനിക്ക് 90% ഫണ്ട് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഈ ഫണ്ട് പ്ലെഡ്ജ് ചെയ്ത് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഒറ്റ ക്ലിക്കിൽ. ഇനി എൻ്റെ ആവശ്യമില്ല. ആക്ച്വലി എൻ്റെ ഈ പറയുന്ന 50 lakhs മാനേജ് ചെയ്യാൻ എൻ്റെ SL വയ്ക്കാനോ ടാർഗറ്റ് വയ്ക്കാനോ അത് ഓപ്ഷൻ ട്രേഡിംഗ് മാത്രമല്ല, എൻ്റെ സ്റ്റോക്കുകൾക്ക് പോലും എൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. സോ ഇങ്ങനെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് കൂടി ആശാൻ്റെ സ്ട്രാറ്റജിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് ആശാൻ്റെ സ്ട്രാറ്റജിയിലേക്കും അത് എങ്ങനെ നമ്മുടെ മാനേജ് ആൽഗോയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്കും പറയാനായിട്ട് സ്ക്രീനിലേക്ക് പോകാം. സോ ഈ സ്ട്രാറ്റജിനെ പറ്റി മനസ്സിലാക്കാൻ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതൊരു അഹങ്കാരമായി മാറും. നമ്മുടെ മെയിൻ ആശാൻ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. സോ ഇതാണ് നിങ്ങൾക്ക് ആ കാണുന്ന സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിത് ഫുള്ള് കാണുന്നില്ല. അതിലും ഭംഗിയായിട്ട് പുള്ളി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ഒരു ലിങ്കായി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ സ്ട്രാറ്റജി ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വാല്യൂസ് ഈ സ്ട്രാറ്റജിയുടെ ഡിസ്ക്രിപ്ഷനിൽ പുള്ളി ഒരു ഗൂഗിൾ ഷീറ്റിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടും. സോ ഇതിലുണ്ട് എല്ലാ കാര്യവും. ഫുൾ സ്ട്രാറ്റജി ഇതിലുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒരു വീഡിയോ കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. അണ്ടർലൈങ് അസറ്റ് ഏതിലാണ് ആശാൻ ചെയ്തിരിക്കുന്നത്? നിഫ്റ്റി. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ബിൽഡ് ചെയ്യുന്നത് നിഫ്റ്റിയിൽ മാത്രമല്ല 5 ഇൻഡൈസസിലും കൂടിയാണ്. വേറെ ടിൽ നൗ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്, എക്സ്പയറി ഡേറ്റ് എന്താണ്, എത്രമാത്രം മുകളിലേക്ക് പോകും, ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. ഇതൊക്കെ മാനുവലി ചെയ്യുമ്പോഴാണ്, നിങ്ങൾ സ്വന്തമായി സ്ട്രൈക്ക് സെലക്ട് ചെയ്യുകയും എൻ്റർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ ചോദ്യങ്ങളുള്ളൂ. ഭാഗ്യവശാൽ നമ്മുടെ സൈറ്റിൽ നമ്മളുടെ കമ്പ്യൂട്ടർ, നമ്മളുടെ വെബ്സൈറ്റ് ഈ പണികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എടുത്തോളും. ഇതിൽ നിന്നും കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1%. വീക്കിലി നിഫ്റ്റി മാത്രം 2 ദിവസം ട്രേഡ് ചെയ്ത് 1%. 5 ഇൻഡൈസസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ റിയലിസ്റ്റിക്കലി 5% കിട്ടേണ്ടതാണ്. പക്ഷെ നമ്മൾ ക്യാപിറ്റലിനെ പകുതിയിലേക്ക് മാറ്റുന്നത് കൊണ്ട് 2.5 എന്ന് ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. സോ മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ 10%. നഷ്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ, നഷ്ടം വരാട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ എനിക്ക് നിഫ്റ്റി നഷ്ടമാകുന്നു, പക്ഷേ ബാങ്ക് നിഫ്റ്റി ലാഭമായിരുന്നു. നഷ്ടം വരാം, പക്ഷേ 1% തന്നെയാണ് നഷ്ടം വരുള്ളൂ. അപ്പം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ 10%. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലം 120%. അപ്പോൾ ക്യാപിറ്റൽ ഇരട്ടിയായോ? ഇതൊക്കെ മോഹന വാഗ്ദാനങ്ങളാണ്, തെറ്റാണ്. ഇങ്ങനെയൊന്നും ട്രേഡിങ്ങിൽ നടക്കില്ല. ലാഭവും നഷ്ടവും ഉണ്ടാവും. ഇന്ന് എനിക്ക് നഷ്ടം വന്ന കഥകൾ കൂടി ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഇനി പൊസിഷൻ കോൾ സൈഡിൽ സെല്ല് ചെയ്യുന്ന ലെഗിൻ്റെ പ്രീമിയം എത്രയാണ് വേണ്ടത്? നിഫ്റ്റിയിൽ 10, ബൈ ചെയ്യുന്നതിൻ്റെ പ്രീമിയം 4, പുട്ട്
രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് 6. അങ്ങനെയാണെങ്കിൽ ഒരു ലോട്ട് 25 അതിൽ നിന്ന് കിട്ടാവുന്ന 25x6 കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് 450. ഈ കണക്കൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓപ്ഷനെ പറ്റി ബേസിക് അറിയില്ല. അപ്പോൾ എന്ത് വേണം, നമ്മുടെ ചാനലിൽ ഒരു മനോഹരമായ ഓപ്ഷൻ സീരീസ് ഒരു 10-20 പാഠം ഈ കാണുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് കൊച്ചുകുട്ടിക്കും സിമ്പിളായിട്ട് പഠിക്കാം. സോ കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും കൊടുക്കാം. സോ കോൾസെയിലിൽ നിന്ന് മാക്സിമം കിട്ടുന്ന പ്രോഫിറ്റ് 450. കോൾസെയിലിൽ SL 450. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രോഫിറ്റ് അടിച്ച 150 രൂപയും ലോസ് അടിച്ച 450. ഇതിനുള്ള എക്സ്പ്ലനേഷനും ആശാന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് കോൾ ലെഗ് മാത്രമാണ്, ഇവിടെ പുട്ട് ലെഗും ഉണ്ട്. സോ പുട്ട് ലെഗ് കോൾ ലെഗ് നഷ്ടത്തിൽ പോയാൽ പുട്ട് ലെഗ് ലാഭത്തിലായിരിക്കും. അപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് 1% ലോസ് തന്നെയാണ് വരാനുള്ള ചാൻസ് ഉള്ളൂ. അതുപോലെ പുട്ട് സൈഡിലെയും സെയിം പ്രീമിയമാണ്. സെല്ല് ചെയ്യുന്നത് 10 രൂപയുള്ളത്, ബൈ ചെയ്യുന്നത് 4 രൂപയുള്ളത്, ഡിഫറൻസ് 6 റുപ്പീസ്. അങ്ങനെ പുട്ട് സൈഡിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന ലാഭം 150, മാക്സിമം പോകാവുന്ന നഷ്ടം 450. ഇത് തന്നെ ആശാൻ 3-4 കാര്യങ്ങൾ കൂടി സ്ട്രാറ്റജിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലോസിന് നിങ്ങൾക്ക് 0 വരെ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ആശാന്റെ ചാനലിൽ കയറി തന്നെ കാണാം. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് പറ്റുമെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ആശാൻ എന്ത് പഠിപ്പിച്ചോ അതിന് അങ്ങനെ തന്നെ ഈ ഷീറ്റിനെ അങ്ങനെ തന്നെ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. സ്പെല്ലിംഗ് തെറ്റരുത്. ആൾക്കാർ ഉപയോഗിക്കും തോറും ഗൂഗിള് മുന്നിലേക്ക് എത്തിച്ചു തരും. പക്ഷെ എന്നാലും സ്റ്റിൽ ഗൂഗിൾ ചെയ്താലും ഈ റിസൾട്ട് തന്നെ ആദ്യം കിട്ടും. managersalgo.com സ്പെല്ലിംഗ് തെറ്റാതെ managersalgo.com എന്നുള്ള സൈറ്റ് ഗൂഗിൾ ചെയ്യുക. അതിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും പോവുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ജസ്റ്റ് നിങ്ങളുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് കോപ്പി ട്രേഡ് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ ട്രേഡ് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ എത്രയോ 100 1000 ഡിമാറ്റുകളോ ഒരു സിംഗിൾ ക്ലിക്കിൽ മാനേജ് ചെയ്യാൻ അതിനുള്ള അവസരമുണ്ട്. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ എൻ്റെ 200-300ഓളം കോപ്പി ട്രേഡിംഗ് ക്ലയൻസിനെ എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ക്ലയൻസിനെ മാനേജ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്മ്യൂണിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആശാന്റെ സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജികളും ഇതിൻ്റെയൊക്കെ ബാസ്ക്കറ്റും അവിടെ അവൈലബിൾ ആണ്. എങ്ങനെ എടുക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഓൾറെഡി ഞങ്ങൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേസിക് ചാനലിലും ട്യൂട്ടോറിയൽ ചാനലിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ വായെന്ന് തന്നെ കേൾക്കണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിലും പറഞ്ഞുതരാം. സോ ഈ സ്ട്രാറ്റജിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വന്ന വഴി തന്നെ നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഒരു മെമ്പർ ആണെങ്കിൽ ലോഗിൻ ചെയ്യാം. സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ലോഗിൻ പേജിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ബ്രോക്കറെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് ലോഗൗട്ട് ചെയ്യാം. ഞാൻ ലോഗൗട്ട് ചെയ്തു. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. സൈനപ്പ്, ജസ്റ്റ് സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഒരു പാസ്വേഡ് ഇത്രയും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് 1-2 വെരിഫിക്കേഷൻ മെയിൽ വരും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഒരു സ്മോൾ സൈനപ്പ് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. സോ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങളുടെ മെയിലിൽ കിട്ടുന്നതായിരിക്കും. ആ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്യുക. ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ അതൊക്കെ എങ്ങനെ സൈനപ്പ് ചെയ്യുന്നു അത്ര തന്നെ ഇതിലുള്ളൂ. സോ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതായിരിക്കില്ല നിങ്ങളുടെ ഉണ്ടാവുക. കണക്ട് വിത്ത് ബ്രോക്കർ എന്നുള്ളൊരു പേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഒരു ബ്രോക്കറെ ആഡ് ചെയ്യണം. ഓരോ ബ്രോക്കറും സെപ്പറേറ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളൊരു സീരീസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നിലവിലെ 4-5 ബ്രോക്കറുടെ വീഡിയോ ചെയ്തിട്ടുള്ളൂ. ആരിസ് ബ്ലൂ, അപ്സ്റ്റോക്സ്, ഫയേഴ്സ്, ഏഞ്ചൽ, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലില്ലാത്ത ബ്രോക്കേഴ്സ്, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മളുടെ ഇതിൽ 70-ൽ പരം ബ്രോക്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രോക്കർ ആണെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. ICICI മാത്രം തൽക്കാലം നമ്മൾ അതർ ബ്രോക്കേഴ്സിലാണ് കാണാം. ഇപ്പോൾ നിങ്ങളൊരു ബ്രോക്കർ സെർച്ച് ചെയ്തു, അത് ഇതിൽ മെയിൻ സ്ട്രീമിൽ കിട്ടിയില്ലെങ്കിൽ ഇവിടെ അതർ ബ്രോക്കർ എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ICICI പോലുള്ള ബ്രോക്കേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഫയേഴ്സ് ഉണ്ട്, ഇപ്പോൾ സെറോദി ആണെങ്കിൽ സെറോദി ഉണ്ട്. ഏത് ബ്രോക്കർ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എങ്ങനെ അതായത് ബ്രോക്കറിൻ്റെ API വഴി കണക്ട് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വന്നു, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ അവരുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ഒരു ലോഡ് ചാറ്റ് പെൻഡിങ് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെയുള്ള ഒരു സ്റ്റാഫ് ലിമിറ്റ് പോരാ, ഇനിയും ഒത്തിരി പേര് ആഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. റെസ്പോൺസിന് വേണ്ടി ഒരു ചെറിയ ഡിലേ ഉണ്ടാവും. അതിനുവേണ്ടി ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. എനിക്കറിയാം നമ്മളിപ്പോൾ ഇതുപോലുള്ള ആശാന്റെ സ്ട്രാറ്റജികൾ വരെയൊക്കെ ആകുമ്പോൾ ഒത്തിരി പേര് ഡിപ്ലോയ് ചെയ്യാൻ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ളൊരു വോളിയോ ഞാൻ പ്രതീക്ഷിക്കണമല്ലോ, എത്ര പേര് വരും എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഡിലേ ഇല്ലെങ്കിൽ നിങ്ങൾ ഇറിറ്റേറ്റ് ആവരുത്. 1-2 റിമൈൻഡേഴ്സ് കൂടി വാട്സപ്പിൽ അയക്കാൻ നമ്മുടെ ടീം മാക്സിമം ഫാസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരും. ബട്ട് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ, ഞങ്ങളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. സോ അങ്ങനെ ഒരു മെത്തേഡ് പ്രകാരം ഇതാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബ്രോക്കർ അക്കൗണ്ട് ഇതിൽ കണക്ട് ആവണം. ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് കിട്ടും. ഇവിടെ തന്നെ ഒരു പ്രശ്നമുള്ളത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സിംഗിൾ ക്ലിക്കിൽ ട്രേഡ് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിൽ ഈ ഒരു ക്ലിക്ക് ചെയ്ത് ഇട്ടിട്ട് പിന്നെ നിങ്ങളുടെ മൊബൈലിൽ കാണണമെങ്കിൽ എല്ലാ ബ്രോക്കറും പറ്റില്ല. ചില ബ്രോക്കേഴ്സിന് അത് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ അധികമില്ല, 4-5 ബ്രോക്കറിനേ ഉള്ളൂ റെസ്ട്രിക്ഷൻ. സെറോദയ്ക്കുണ്ട്. സെറോദ അല്ലെങ്കിലും വേണ്ട, കാരണം എന്ന് വെച്ചാൽ 2000 രൂപ API ചാർജ് കൊടുക്കണം. ഈ ഫെസിലിറ്റിക്ക് എനിക്ക് പൈസ കുറവാണെങ്കിലും
സെറോദ അതിന് പൈസ മേടിക്കുന്നുണ്ട്. ബ്രോക്കർക്ക് API കിട്ടാൻ 2000 രൂപ മേടിക്കണം. സോ സെറോദ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഫയേഴ്സിനുണ്ട്. ഫയേഴ്സ് വേറെ ഒരു ബ്രോക്കർക്കും ചാർജ് ഇല്ല, ഫ്രീ ആണ്. പക്ഷേ ഫയേഴ്സിന് ഡെയിലി ടോക്കൺ ജനറേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് എനിക്ക് കണക്ട് ആക്കണമെങ്കിൽ ഒരു ടോക്കൺ ഡെയിലി പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ പ്രോസസ്സൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഫയേഴ്സിനില്ല. എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ബ്രോക്കേഴ്സ്, അങ്ങനെ 2-3 ബ്രോക്കേഴ്സിന് ഡെയിലി ലോഗിൻ ആവശ്യമുണ്ട്. അപ്പം ഈ സ്ട്രാറ്റജി ഒക്കെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് റൺ ചെയ്യണമെങ്കിൽ ഡെയിലി നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള എല്ലാ ബ്രോക്കേഴ്സ്, ഇപ്പം IIFL, ICICI, ഇപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് IIFL ICICI എടുത്താൽ മതി. കുറേ കാര്യങ്ങളുണ്ട്. ഓപ്ഷൻ സെല് ചെയ്യുമ്പം സെറോദയിൽ ചെയ്ത ആൾക്കാർക്ക് അറിയാം, ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് പലതും എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ സ്റ്റോക്കൊക്കെ പ്ലെഡ്ജ് ചെയ്ത് ചെയ്യുന്നവർക്കാണെങ്കിൽ 50% ഫണ്ട് അവർ യൂട്ടിലൈസ് ചെയ്യാൻ തരുള്ളൂ. ക്യാഷ് മാർജിൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ റെസ്ട്രിക്ഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ സെറോദയിൽ നിന്നൊക്കെ IIFLിലേക്കും IIFL നിന്ന് ഇപ്പോൾ ICICIയിലേക്കും മാറ്റിയത്. സോ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ICICI ആണ് ഈ പറയുന്ന ഫുൾ ഫ്ലെഡ്ജ്ഡ് ട്രേഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ കൊണ്ട് ഇപ്പോൾ 10 ലക്ഷം രൂപ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കും ടാറ്റ സ്റ്റീൽ പോലുള്ള അടിപൊളി സ്റ്റോക്കുകൾ ലോങ് ടൈമിലേക്ക് മേടിച്ചിടാം. എന്ത് റിട്ടേൺ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ 10 ഇരട്ടി വരെ ആവാം. എത്ര കൊല്ലം കൊണ്ടാണ് ഞാൻ പറയില്ല, 5 കൊല്ലോ 10 കൊല്ലം കൊണ്ടോ. ഇതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്ത് 9 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. ഈ 9 ലക്ഷം രൂപയ്ക്ക് എത്ര ലോട്ട് നിങ്ങൾക്ക് ചെയ്യാം? 9 ലോട്ട്. നിഫ്റ്റി മാത്രമാണെങ്കിൽ 18 ലോട്ട്. ബാങ്ക് നിഫ്റ്റി എല്ലാം കൂടിയാണെങ്കിൽ ഒരു 9 ലോട്ട് വെച്ച് എല്ലാ വീക്കിലും എക്സ്പയറി ട്രേഡ് ചെയ്യാം. വീക്കിലി 2.5% അഡീഷണലി ഉണ്ടാക്കാം. സോ ഇത് വലിയൊരു റിട്ടേൺ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ICICI ഡിമാറ്റിൽ എല്ലാ ദിവസവും കയറി ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി അല്ലേ, ട്രേഡായോ, ഓക്കെ ലാഭമാണ്, നാളെ സെൻസെക്സ് ലാഭമായോ, അങ്ങനെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എന്തെങ്കിലും ഇറേഴ്സ്, ഇത് ഒരു ബിഗിനിങ് ആണ്, വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ട് അധികം ദിവസമായിട്ടില്ല, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വരാം, ഇതൊക്കെ ഒന്ന് മുന്നിൽ കണ്ടോളണം. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് തുടക്കം തന്നെ വലിയ ക്യാപിറ്റലൊന്നും ഡിപ്ലോയ് ചെയ്യേണ്ട. 1-2 ലോട്ടിൽ ചെയ്ത് സ്മൂത്തായി റൺ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രം ക്യാപിറ്റൽ കൂടുതൽ ആഡ് ചെയ്ത് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. സോ ഇത് ഇങ്ങനെ ഒരു ഡിസ്ക്ലൈമർ കൂടി ഞാൻ പറയുവാണ്. സോ ഇതാണ് ഫസ്റ്റ് പ്രോസസ്, നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ആഡ് ചെയ്യണം. ഇനി സെക്കൻഡ് പ്രോസസ്, നിങ്ങൾ ഇതുപോലെ ഇവിടെ വന്ന് വാലറ്റ് റീചാർജ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുന്ന ഒരു ഓർഡറിന് 2 രൂപ വെച്ചാണ് കോസ്റ്റ് ചെയ്യുന്നത്. ആ കോസ്റ്റ് നമ്മൾ ഈ വാലറ്റിൽ നിന്ന് ആയിരിക്കും എടുക്കുക. ഈ വാലറ്റിൽ നിങ്ങൾ റീചാർജ് വാലറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 250 ആണ്. അതിന് മുകളിൽ എത്ര വേണമെങ്കിലും റീചാർജ് ചെയ്യാം. ഈ 250 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് GST ഒരു സംതിങ് ഉണ്ട്, ടാക്സ് GST 45 രൂപയുണ്ട്. 295 ആണ്, നിങ്ങൾക്ക് 250 പോയിന്റ് കിട്ടും. സോ എമൗണ്ട് അടിക്കുന്നു 250 അല്ലെങ്കിൽ ഒരു 1000 എമൗണ്ട് അടിച്ച് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നിങ്ങൾക്ക് GST ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാം, അക്സെപ്റ്റ് ചെയ്യുക, പേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇവിടെ ഒരു QR കോഡ് വരും. ഇത് നിങ്ങൾ ഗൂഗിൾ പേ സ്കാൻ ചെയ്ത് ഈസി ആയിട്ട് അയക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് വെച്ചിട്ടോ നെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാം. ആ പേയ്മെൻറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങളുടെ വാലറ്റിൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഓൾറെഡി എൻ്റെ 100 രൂപയുണ്ട്, ഇതുകൂടി തീരട്ടെ, വാലറ്റിൽ വന്നോളും. ആൻഡ് ഈ പൈസ നിങ്ങൾ വിചാരിക്കുന്ന സ്പീഡിൽ ഒന്നും തീരില്ല. ഒരു ഓർഡറിന് 2 രൂപ തീരുള്ളൂ. ഒരു അയൺ കോണ്ടർ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 4 ഓർഡർ ഉണ്ട്, 8 രൂപ. സോ അത് ക്ലോസ് ചെയ്യുമ്പോൾ 16 രൂപയെ നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നുള്ളൂ. ഒരു മാസം 4 എണ്ണം, 16 × 4 ഹാർഡ്ലി 100 രൂപയാണ് ഒരു മാസം നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നുള്ളൂ. പോട്ടെ 200 300 ആയിക്കോട്ടെ. ഇങ്ങനെ 1 ക്ലിക്കിൽ ചെയ്യുന്ന ഒരു ആൽഗോ പ്ലാറ്റ്ഫോം ഇല്ല. അത് മറ്റൊരു കാര്യം. ഉണ്ടെങ്കിൽ തന്നെ 3000 മുതൽ 5000 രൂപ നിങ്ങൾ മിനിമം കൊടുക്കണം. ഇവിടെ 100 200. ഞങ്ങളുടെ പ്രൈസ് നിങ്ങൾക്ക് ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല. മറ്റേ കോഴ്സിൻ്റെ കേസിലാണെങ്കിലും നിങ്ങൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി 50,000 രൂപ ഒക്കെ കൊടുത്താൽ കോഴ്സ് പഠിക്കുന്നത്. ഞങ്ങൾ 1 രൂപ മേടിക്കാതെ പഠിപ്പിച്ചായിരുന്നത്. പക്ഷേ സ്റ്റിൽ ഇതൊക്കെ ആരോട് പറയാൻ, മലയാളികളാണ്. ഫ്രീ കൊടുക്കുമ്പം അവനെന്തോ ഉദ്ദേശം ഉണ്ടെന്നൊക്കെ ഒരു ചിന്തയിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ പോലും പറയല്ല. സാധാരണ മറ്റു മെൻറ്റർമാർ ഫ്രീ ആയിട്ട് 2 ദിവസം വെബിനാർ വയ്ക്കും. എന്നിട്ട് പറയും ഇത് ഫുൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ 50,000 രൂപ എടുത്തൊരു കോഴ്സ് ചേർന്നോ. ഞാൻ അതൊന്നും പറയുന്നില്ല. എൻ്റെ 2 ദിവസം വെബിനാറും ഫ്രീ ആണ്, 5 ദിവസം വെബിനാറും ഫ്രീ ആണ്, 6 മാസത്തെ വെബിനാറുകളും ഓഫ്ലൈനും ഓൺലൈനും ഫ്രീ ആണ്. സോ അങ്ങനെ നിസ്സാരം 100-200 രൂപ കൊടുത്തു പോലും നിങ്ങൾക്ക് ഇപ്പോൾ ആൽഗോ ട്രേഡ് ചെയ്യാം. ഈ പൈസ ആൽഗോന് മാത്രമല്ല കേട്ടോ, ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഇത്ര സ്പീഡിൽ ഇത്ര ആക്യുറേറ്റ് ബാക്ക് ടെസ്റ്റ് ഡേറ്റ തരുന്ന ഒരു സ്ഥലമില്ല. ഇപ്പോൾ ഞാൻ പറയുന്ന ഷാരിക്കിൻ്റെ സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് വന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പ്രോസസ്. പരിപാടി കഴിഞ്ഞു. ഏകദേശം നിങ്ങൾ ചെയ്യേണ്ട സെറ്റിംഗ്സ് ഓൾമോസ്റ്റ് പൂർത്തിയായി. ഡിമാറ്റ് അക്കൗണ്ട് കണക്ട് ചെയ്തു. ഇത് ഡെയിലി ലോഗൗട്ട് ആവാത്ത ഡിമാറ്റ് വേണമെന്ന് ഉറപ്പുവരുത്താം. ആ ലിസ്റ്റൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏതൊക്കെ ഡിമാറ്റാണ് ലോഗൗട്ട് ആയി പോകണമെന്നും പോവാത്തതൊക്കെ ഞാൻ ഓൾറെഡി ഇതിലുള്ള ബ്രോക്കേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ താഴെ കൊടുക്കാം. ഒപ്പം ഈ പറയുന്ന വാലറ്റ് റീചാർജ് ചെയ്യുക, എന്നാലാണ് നിങ്ങൾക്ക് സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വാലറ്റ് റീചാർജ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇറർ വരും. സോ ഈ 2 കാര്യം ആദ്യം തന്നെ ഉറപ്പുവരുത്താം. ആൻഡ് അത് കഴിഞ്ഞ് സമയം കിട്ടുവാണെങ്കിൽ ഇത് മൊത്തം ഒന്ന് ഓടിച്ചു പോകാം. നമ്മളൊരു പുതിയ സാധനം കാണുമ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയണമല്ലോ. നിങ്ങൾക്ക് നോക്കിയറിയാം, മുകളിൽ സെൻസെക്സ് നിഫ്റ്റിയുടെ ഒക്കെ ലൈവ് വാല്യൂസ് കാണാം. ഈ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനും ബ്രോക്കറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹോം സ്ക്രീൻ, ഇതങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരാം. അതിൽ താഴെ നിങ്ങൾക്ക് കുറേ ബ്രോക്കേഴ്സിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ ലൈവ് ട്രേഡിൻ്റെ റിപ്പോർട്ട്, ഇപ്പോൾ ഏതൊക്കെയാണ് ലൈവിൽ ട്രേഡിങ് നടക്കുന്ന സ്ട്രാറ്റജി, അതിൻ്റെ പ്രോഫിറ്റ്, ഇന്നത്തെ അവസ്ഥ, ഇന്ന് ട്രേഡ് ചെയ്ത അവസ്ഥ, നാളെ ഇപ്പോൾ ലൈവ് ട്രേഡിംഗ് ആണെങ്കിൽ റണ്ണിങ്
ട്രെയിലിംഗ് എസിലാണെങ്കിൽ ആ സ്ട്രാറ്റജി ഇവിടെ ട്രെയിലിംഗ് എസിൽ ഇതൊക്കെ കാണിക്കും. സി ഇത്ര അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാണുന്ന രണ്ടാമത്തെ സ്ട്രാറ്റജി റണ്ണിങ് ആണെന്ന് വിചാരിക്കും. ഈ രണ്ടാമത്തെ സ്ട്രാറ്റജി ഇന്ന് ഇപ്പോൾ ട്രേഡിംഗ് അവേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ എത്ര രൂപ പ്രോഫിറ്റിലാണ്, അല്ലെങ്കിൽ ട്രെയിലിംഗ് എസിൽ ഹിറ്റ് ആയി കഴിഞ്ഞാൽ SL ട്രെയിലിംഗ് ഹിറ്റായി, ഇതൊക്കെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണിക്കും, ഇതുപോലെ കാണിക്കും. ആൻഡ് പേപ്പർ ട്രേഡ് ചെയ്യാം. ഒരു കാര്യവും പറയാൻ വിട്ടുപോയി. പേപ്പർ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോകണം? അതിനും പൈസ കൊടുത്ത് വേറെ സൈറ്റിൽ പോകണം. ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നോക്കിയേ, ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, റെഡ് ഗ്രീൻ ലൈൻ ബ്രേക്കൗട്ട് ഒരു സ്ട്രാറ്റജി ഞാൻ ഇന്ന് പേപ്പർ ട്രേഡ് ചെയ്തതാണ്. 2800 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. ഇത് തന്നെ റൺ ചെയ്തോളും, സ്റ്റോപ്പ് ചെയ്യുന്ന വരെ പേപ്പർ ട്രേഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് തുടക്കത്തിൽ ഈ സ്ട്രാറ്റജിന് ഒരു വിശ്വാസമില്ല. ഇപ്പം ഷാരിക്ക് പറഞ്ഞു നല്ലതാണെന്ന്, ഞാനും പറഞ്ഞു ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച ഉപയോഗിച്ചു നല്ലതാണെന്ന്, എന്നിട്ടും വിശ്വാസം ഇല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തോ, ലൈവായിട്ട് ട്രേഡ് ചെയ്യേണ്ട. 2 ട്രേഡിനുള്ള ഓപ്ഷനും ഉണ്ട്. സോ പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ടെന്ന് പറയുമ്പം ഇനി നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യമില്ല, കംപ്ലീറ്റ് സൊല്യൂഷൻ. അത് ഓപ്ഷൻ ട്രേഡിങ്ങിന് മാത്രമല്ല, സ്റ്റോക്ക് സ്വിംഗ്, ലോങ്, ഇൻട്രാഡേ, ഇൻഡെക്സ് ഓപ്ഷൻസ്, വരും ദിവസങ്ങളിൽ ക്രിപ്റ്റോയും ഫോറക്സ് കൂടി ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആവും. അതോടുകൂടി എൻ്റെ ഏകദേശം പണികൾ തീർന്നു. പിന്നെ ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് മാനായി ഞാനിങ്ങനെ കൈകെട്ടിയിരിക്കും, എല്ലാ സാധനവും കമ്പ്യൂട്ടർ ചെയ്തോളും. എന്ത് മനോഹരമായ സ്വപ്നം അല്ലേ? ഇത് നടക്കാത്ത ഒരു കാര്യമില്ല. നമ്മൾ അതിൻ്റെ പുറത്ത് തന്നെ വിചാരിച്ചിരിക്കുവാണെങ്കിൽ ഇവിടെ നടക്കാത്തതായിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത്രയൊന്നും ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തന്നെ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ പ്രാക്ടിക്കലി പോസിബിളായി. സോ ഇങ്ങനെ പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയും നിങ്ങളുടെ മുമ്പിലുണ്ട്. അത്രയും വേണ്ട. ഇപ്പോൾ ഷാരിക്കിൻ്റെ സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല, ലൈവ് തന്നെ തുടങ്ങിക്കോ. ഒരു ലോട്ട് തുടങ്ങിക്കോ, 50,000 രൂപ പോരെ, വേണ്ട 40-30,000 മതി ഒരു ട്രേഡ് ചെയ്യാനായിട്ട്. റൺ ചെയ്തോ. 1% വരാണെങ്കിൽ ലോസ് വരുള്ളൂ, ലാഭമാണെങ്കിൽ 1%. ഒരു മാസം ചെയ്ത് സക്സസ് ആണെങ്കിൽ ബാക്കിയുള്ള സ്ട്രാറ്റജി റൺ ചെയ്യുക, സക്സസ് ആണെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടുക. ഓക്കെ, ഇതിനൊക്കെ പേടിയുണ്ടെങ്കിൽ ഇതേപോലെ പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ലെഫ്റ്റ് സൈഡിൽ ടെർമിനൽ ഉണ്ട്, ഇവിടെയാണ് ഈ പറയുന്ന ട്രേഡ് റിപ്പോർട്ടുകൾ കിട്ടുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് ചാർട്ടും കിട്ടും. ഇനി ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കേണ്ട, അതിൻ്റെ ചാർട്ടും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റിപ്പോർട്ടുകൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡെയിലി P&L എത്ര പോയിന്റ് നിങ്ങൾ യൂസ് ചെയ്തു, നിങ്ങൾ റീചാർജ് ചെയ്ത വാലറ്റിൽ നിന്ന് എത്ര പോയിന്റ് യൂസ് ചെയ്തു, അത്തരം റിപ്പോർട്ട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. എടുത്ത് നോക്കുക. ട്രേഡ് ഓർഡർ ബുക്ക് ഉണ്ട്, ട്രേഡ് ബുക്ക് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ പോയ ഓർഡേഴ്സ്. കണ്ടോ, ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച ഷാരിക്കിൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് പോയ ഓർഡേഴ്സാണ്. അപ്പോൾ ഇന്നത്തെ ഓർഡർ 10-ാം തീയതിയാണ് ഇന്ന് ഡേറ്റ്. ഇന്നത്തെ ഓർഡർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ബാങ്ക് നിഫ്റ്റി, ഇന്ന് നിഫ്റ്റി SL അടിച്ച ട്രേഡുകളൊക്കെ ഇവിടെ ഇതുപോലെ ഓർഡർ റിപ്പോർട്ട് കിട്ടും. സോ നിങ്ങളുടെ ബ്രോക്കറിൽ കയറി ആ ഒരു കോംപ്ലിക്കേറ്റഡ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഇവിടെ ടൈം ഉൾപ്പെടെ റിപ്പോർട്ട്, ട്രേഡ് പോയോ പോയില്ലയോ, സക്സസ് ആണോ റിജക്റ്റഡ് ആണോ, ഇക്വിറ്റി ആണോ ഓപ്ഷൻസ് ആണോ, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ടിൽ കിട്ടും. സോ ഇത്ര അഡ്വാൻസ്ഡ് റിപ്പോർട്ടും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ട്രാൻസ്പെറൻ്റ് ആണ്, ഒരു കാര്യവും ഒളിച്ചു വെക്കാനില്ല. എന്താണോ നിങ്ങളുടെ ബ്രോക്കറിലുള്ളത് അങ്ങനെ തന്നെ ഇതിലുണ്ടാവും. ഒരു സിംഗിൾ കണക്റ്റിലൂടെ ലൈഫിലോ നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് കിട്ടും എന്നർത്ഥം. ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ആ പറയുന്ന പോലെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കോ ഓപ്ഷൻസോ ഇവിടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. സെക്കൻഡ് ആണ് സ്ട്രാറ്റജി. ഇവിടെയാണ് നമ്മൾ പണി തുടങ്ങുന്നത്. തേർഡ് പേജ് ബാസ്ക്കറ്റ്. സ്ട്രാറ്റജി ഉണ്ട്, ബാസ്ക്കറ്റും ഉണ്ട്. ബാസ്ക്കറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്ട്രാറ്റജികൾ ക്ലബ് ചെയ്തൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണമെങ്കിൽ ബാസ്ക്കറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഷാരിക്കിൻ്റെ സ്ട്രാറ്റജികൾ ഇവിടെ ബാസ്ക്കറ്റിലാണ് കിടക്കുക. അതാ കണ്ടില്ലേ, ബാസ്ക്കറ്റിൽ അതിശക്തം ബാങ്ക് നിഫ്റ്റി വീക്കിലി, മിഡ് ക്യാപ്പ്, സെൻസെക്സ്, ഇങ്ങനെയുള്ള പേരിലാണ് കൊടുത്തിരിക്കുന്നത്. അതിശക്തം ബാങ്ക് നിഫ്റ്റി, അതിശക്തം മിഡ് ക്യാപ്പ് നിഫ്റ്റി, അതിശക്തം സെൻസെക്സസ്, അതിശക്തം നിഫ്റ്റി, അതിശക്തം ഫിൻ നിഫ്റ്റി. സോ ഇങ്ങനെ 5 സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ കയറേണ്ടത് സ്ട്രാറ്റജിയിലല്ല, ബാസ്ക്കറ്റിലാണ്. ബിക്കോസ് ഷാരിക്കിൻ്റെ സ്ട്രാറ്റജി 2 സ്ട്രാറ്റജികളുടെ ഒരു കോമ്പിനേഷനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ദെൻ അതിന് താഴെ ഇങ്ങനെ ടെംപ്ലേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പം കോമൺ ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ, ഷോർട്ട് സ്ട്രാങ്കിൾ, സ്ട്രാഡിൽ, ഇതിൻ്റെയൊക്കെ കോമൺ ടെംപ്ലേറ്റുകൾ ഉണ്ട്. ഈ ടെംപ്ലേറ്റും നിങ്ങൾക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിലേക്ക് വരാം. സോ നിങ്ങളായിട്ട് പുതിയത് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഡിഫോൾട്ട് സ്ട്രാറ്റജികളാണെങ്കിൽ ഇവിടെ ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ദെൻ ഇത് കമ്മ്യൂണിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തേർഡ് പേജിലേക്കായിരിക്കും പോവുക. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ 130 സ്ട്രാറ്റജി ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ബ്ലൈൻഡ് സ്ട്രാറ്റജി ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. ഇവിടെ ചുമ്മാ ബ്ലൈൻഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ബ്ലൈൻഡ് സ്ട്രാറ്റജി നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ലോ വിക്സ്, നമ്മൾ 30-50 ഒരു ബ്ലൈൻഡ് സ്ട്രാറ്റജി നിഫ്റ്റിയിൽ അപ്ഡേറ്റഡ് ചെയ്തായിരുന്നു. ലോ വിക്സ് സിനാരിയോയിൽ എടുക്കാൻ പറ്റിയത്. ഈ 3 സ്ട്രാറ്റജിയും ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സ്ട്രാറ്റജി ഞാൻ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഏഞ്ചലാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ആലിസ് ബ്ലൂ ആണ് കേട്ടോ. പക്ഷേ ഈ ബ്ലൈൻഡ് സ്ട്രാറ്റജി റൺ ചെയ്യുന്ന ഏഞ്ചലിലാണ്. ഇന്ന് തന്നെ റണ്ണിങ് നടന്നത്. അതൊക്കെ ഇന്ന് മൊത്തം നെറ്റ് 4 പൊസിഷൻസ് എടുത്തു. അത് 3 സ്ട്രാറ്റജിയാണ്. പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ കോളും താഴേക്ക് പോകുമ്പോൾ പുട്ടും എടുക്കുന്നതുകൊണ്ട് 4 ലെഗാണ് എടുത്തിട്ടുള്ളത്. നെറ്റ് 2100, ഒരു ലോട്ട് വെച്ച് ട്രേഡ് ചെയ്താൽ കേട്ടോ. ഇത് ഏഞ്ചലിൻ്റെ ആണ്, കാണിച്ചു തരാം. ഇനി ഓർഡർ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ യെസ് തന്നെ ട്രയൽ SL ഉൾപ്പെടെയുണ്ട്. സ്ട്രാറ്റജിനെ പറ്റി പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ സ്ട്രാറ്റജിയുടെ വീഡിയോ കാണാം. ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, ഒപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്താണ് ബ്ലൈൻഡ് സ്ട്രാറ്റജി, ഈ 3 സ്ട്രാറ്റജി ഒന്ന് കാണാം. ഇത് ഓൾറെഡി നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രം,
ഇപ്പോൾ ഈ നിഫ്റ്റിയിലെ ബ്ലൈൻഡ് സ്ട്രാറ്റജിയാണ് വേണ്ടതെങ്കിൽ ഇവിടെ മുകളിൽ ഷെയർ ബട്ടൺ ഉണ്ട്. ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നേരെ നിങ്ങളുടെ സെക്കൻഡ് സ്ട്രാറ്റജി പേജിലേക്ക് പോകുന്നു. നേരത്തെ പറഞ്ഞ സെക്കൻഡ് പേജ് സ്ട്രാറ്റജിയിലേക്ക് പോകുന്നു, ബിൽഡ് സ്ട്രാറ്റജി കൊടുക്കുന്നു. അത് 2 ലെഗ് ആണോ 4 ലെഗ് ആണോ മൾട്ടി ലെഗ്, ഇത് നിങ്ങൾ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തോ. ഇപ്പോൾ 2 ലെഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് ടെംപ്ലേറ്റ് താഴെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇമ്പോർട്ട് ടെംപ്ലേറ്റ്. അവിടെ ഇപ്പോൾ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്ത് ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് തന്നെ വന്നു, നമ്മുടെ വാല്യൂസും പാരാമീറ്റേഴ്സും ഒക്കെ തന്നെ വന്നു. നിങ്ങളൊന്നും എഡിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിലേക്ക് വന്നോളും. അങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഓരോ സ്ട്രാറ്റജിയും കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാരിക്കിൻ്റെ സ്ട്രാറ്റജികൾ ബാസ്ക്കറ്റിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 5 സ്ട്രാറ്റജി ഉണ്ട്. ഇവിടെ താഴെ മൊത്തം 5 സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ. ഷാരിക്ക് മാത്രമാണ് ബാസ്ക്കറ്റിലുള്ളൂ, ബാക്കിയൊക്കെ സ്ട്രാറ്റജീസിൽ കിടക്കുക. ഷാരിക്ക് ബാസ്ക്കറ്റിലാവാനുള്ള ഒരു കാരണമുണ്ട്, അത് ഞാൻ മുന്നോട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അതിശക്തം, നിഫ്റ്റി ഈ പറയുന്ന സ്ട്രാറ്റജികളൊക്കെ നിങ്ങൾ ഇതുപോലെ കോപ്പി ചെയ്യുന്നു, നിങ്ങളുടെ ഇതിലേക്ക് വരുന്നു, ബാസ്ക്കറ്റ് എടുക്കുന്നു, ഒരു ബിൽഡ് ബാസ്ക്കറ്റ് കൊടുക്കുന്നു. ഇവിടെ ഇമ്പോർട്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു, ആ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇത് ഓൾറെഡി ഉണ്ടെന്ന് പറയുന്നത്, ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ചോദിക്കുള്ളൂ. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ബാസ്ക്കറ്റിൽ ഈ പറയുന്ന ബാസ്ക്കറ്റുകൾ വന്ന് കിടക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ പറയുന്ന കമ്മ്യൂണിറ്റി കിട്ടാനായിട്ട് 2 വഴിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ടെർമിനലിൽ നിന്ന് തന്നെ പോകാം. ടെർമിനലിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അതല്ലെങ്കിൽ manage.salgo.com കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കമ്മ്യൂണിറ്റിയിലേക്ക് പോകാം. ഈ സ്ട്രാറ്റജിനെ പറ്റി മനസ്സിലാക്കാനായിട്ടൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഇതൊന്നും ഞാനിപ്പോൾ പറയല്ല, പറഞ്ഞ വീഡിയോ ഒത്തിരി മുന്നോട്ട് പോകും. തൽക്കാലം ആശാൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യലാണ് നമ്മുടെ ടോപ്പിക്. ആ ബിൽഡിങ്ങിലേക്ക് മാത്രം പോവാം. എന്തായാലും ഇത്രയും പറഞ്ഞില്ലേ, ഇതിൻ്റെ പാർട്ട്ണർ പോർട്ടലിലൂടെയും പറഞ്ഞേക്കാം. നമുക്കൊരു പാർട്ട്ണർ പോർട്ടലുണ്ട്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്. ഇപ്പോൾ എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഒരു 5 ഡിമാറ്റിൻ്റെ പോർട്ടലാണ്. ഓൾമോസ്റ്റ് ഒരു 50 lakhs-ഓളം ഉള്ള ക്ലയൻസ് ആണ്. ഇതിൽ നമ്മൾ ഒത്തിരി സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ മൾട്ടിപ്പിൾ ഡിമാറ്റ് കണക്ട് ചെയ്യാം. ഈ ഡിമാറ്റുകളിലൊക്കെ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാം. അതാണ് ഒറ്റ ഗുണം. നിങ്ങൾ ഒരു ക്ലിക്കിൽ ഒത്തിരി അക്കൗണ്ടുകളിൽ ഒത്തിരി സ്ട്രാറ്റജി റൺ ചെയ്യാം. ഇവർക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡുകൾ എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവർക്ക് നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കണം. ഇപ്പം ഒരു സ്റ്റോക്ക് എല്ലാവരുടെയും ബൈ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ HDFC ബാങ്ക് എത്ര ക്വാണ്ടിറ്റി വേണം, 100 ക്വാണ്ടിറ്റി ഇവിടെ കൊടുത്ത് ബൈ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും 100 വെക്കോളും. നിങ്ങൾ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യേണ്ട, കൊടുത്തിരിക്കുന്ന പൊസിഷൻ തന്നെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിലും അവിടെ പോകണ്ട. ഇവിടെ കയറി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോന്നിൻ്റെ നെറ്റ് P&Ls ഇവിടെ കാണാം. ഇന്നത്തെ പ്രോഫിറ്റ് ഏകദേശം 16,000 ഉണ്ട് ഈ അക്കൗണ്ടിൽ. ഞാൻ പറഞ്ഞില്ല, ഇത് 50 ലക്ഷത്തോളം രൂപയുടെ അക്കൗണ്ടാണ്. ഇതിൽ സ്വിംഗ് ട്രേഡിൻ്റെ ആയിട്ട് പറയുന്നത്, സ്വിംഗ് ട്രേഡ് പ്രോഫിറ്റാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഓടിച്ചു നോക്കാം. നമുക്ക് പാർട്ട്ണർ പോർട്ടലിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യാം. ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ദെൻ ഇങ്ങനെ ഒരു ടെർമിനൽ ഉണ്ട്. ഈ ടെർമിനൽ വഴി നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ ബ്രോക്കർ അക്കൗണ്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, നമ്മളുടെ സ്ട്രാറ്റജി കോപ്പി ചെയ്യാം. 2, ആ സ്ട്രാറ്റജികൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. 3, ആ സ്ട്രാറ്റജികൾ പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയും ആൻഡ് ലൈവ് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയും അവൈലബിൾ ആണ്. ഇവിടെ കാൽക്കുലേറ്റേഴ്സ്, മാർജിൻസ്, ഇന്നത്തെ അലേർട്സ്, ഇന്നത്തെ മെയിൻ ന്യൂസ് ആൻഡ് അലേർട്സ് കിട്ടും. മാർക്കറ്റ് ന്യൂസ് ഇവിടെ താഴെ അവൈലബിൾ ആണ്. ഇന്നത്തെ മെയിൻ മാർക്കറ്റ് ന്യൂസ്. ഒത്തിരി അഡ്വാൻസ്ഡ് കാര്യങ്ങളുണ്ട് ഇവിടെ. മാർക്കറ്റ് ഹോളിഡേയ്സ്, അതും ഗൂഗിൾ ചെയ്യേണ്ട ഒരു സാധനമാണ്, നമുക്ക് ഇവിടെ കിട്ടും. ഇന്ന് അവധിയാണോ അവധിയല്ലയോ, അടുത്ത ഹോളിഡേ എന്നാണ്, അത്തരം ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. സ്റ്റോക്ക് സ്ക്രീനർ, കുറച്ച് സ്ക്രീനർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെന്നി സ്റ്റോക്സിൻ്റെ സ്ക്രീനർ, ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്. ഒരു എന്താ പറയുക, ഒരു മൾട്ടി ടാലന്റഡ് ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത്. ഈ ഒരു പേജിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ വേണം ഒരു 3 ദിവസം. അത്രയും കാര്യങ്ങളുണ്ട് ഇതിൽ. ഇതിൻ്റെയൊക്കെ ഓരോ ടാബും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ആശാന്റെ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് മാത്രം നമുക്ക് പോകാം. ആശാന്റെ 1% സ്ട്രാറ്റജി ബാസ്ക്കറ്റിലാന്ന് പറയുന്നു. എന്തിനാണ് ഞാൻ ബാസ്ക്കറ്റ് ആക്കിയത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആശാൻ പറഞ്ഞെന്ന കാര്യത്തിൽ തന്നെയുണ്ട്. ഇതിൽ 2 പാരാമീറ്റേഴ്സ് ഉള്ളത്, ഒന്ന് കോളും ഉണ്ട്, പുട്ടും ഉണ്ട്. ഈ 2നും SL കണ്ടോ, ഈ 2നും ടാർഗറ്റും 2നും SL ഉണ്ട്. ഒരു ലെഗിനല്ല, കോൾ ബൈയും സെല്ലും ഉണ്ട്, പുട്ട് ബൈയും സെല്ലും ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അറിയാം, ഇത് രണ്ടും 2 സ്ട്രാറ്റജിയാണ്. ഒരു കോൾ സ്പ്രെഡും ഒരു പുട്ട് സ്പ്രെഡും കൂടിയതാണ് അയൺ കോണ്ടം. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നമ്മുടെ ഹെഡ്ജിങ് സീരീസിൽ ഡീറ്റെയിൽ ആയി പഠിപ്പിച്ചു തരാം. ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു 1 year ആയിട്ടുള്ളൂ, ഒറ്റ വീഡിയോസും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഹെഡ്ജിങ് സീരീസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു നാണം വരും. എന്തായാലും സമയക്കുറവുകൊണ്ടാണ് ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം, നിങ്ങൾക്ക് അറിയാമല്ലോ. അത്രയും സമയം ഇതിലേക്കൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് അയൺ കോണ്ടറിനെ പറ്റിയും
സ്പ്രെഡുകളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കുക. ആശാന്റെ സ്ട്രാറ്റജി അയൺ കോണ്ടർ എന്ന സ്ട്രാറ്റജിയാണ്. അയൺ കോണ്ടർ ആക്ച്വലി 2 സ്പ്രെഡ് കൂടിയതാണ്. ഒരു ബുൾ പുട്ട് സ്പ്രെഡും ഒരു ബിയർ കോൾ സ്പ്രെഡ്. ഈ പറയുന്ന 2 സ്ട്രാറ്റജികൾ കൂടിയതാണ്. കോൾ സെല് ചെയ്യുന്നു, ഒരു കോൾ ബൈ ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ബിയർ കോൾ സ്പ്രെഡ്. താഴെ ഒരു പുട്ട് സെല് ചെയ്യുന്നു, ഒരു പുട്ട് ബൈ ചെയ്യുന്നു. സോ ഇതാണ് ബുൾ പുട്ട് സ്പ്രെഡ് എന്ന് പറയുക. സോ ഈ 2 സ്പ്രെഡുകൾക്കും ആശാൻ ടാർഗറ്റ് 150ഉം സ്റ്റോപ്പ് ലോസ് 450 കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഒറ്റ സ്ട്രാറ്റജി ആയിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പോകുന്നു, സ്ട്രാറ്റജിയിൽ കയറി ബിൽഡ് സ്ട്രാറ്റജി എന്ന് ക്ലിക്ക് ചെയ്തു. 4 ലെഗാണല്ലോ, 2 കോളും 2 പുട്ടും. ഇങ്ങനെ 4 ലെഗും കൊടുത്തുള്ള ഇതിൽ ബിൽഡ് ചെയ്താൽ ഒരു കുഴപ്പം, ഓരോ ലെഗിലും സ്റ്റോപ്പ് ലോസും SL വെക്കേണ്ടി വരും. അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ആക്ച്വലി ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. 150 ലാഭവും 450 SL ഒരു സ്ട്രാറ്റജിയിൽ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. ആൻഡ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് അറിയാം, നമ്മളുടെ കോള് ആക്ച്വലി സെല് ചെയ്ത ലെഗ് ആയിരിക്കും SL ആവുക. സെല് ചെയ്ത ലെഗ് XL ആവുമ്പം ബൈ ചെയ്ത ലെഗിന്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു അയൺ കോണ്ടർ എടുക്കുന്ന ആൾക്ക് മനസ്സിലാവാം. അപ്പോൾ ആശാൻ പറയുന്നത് എന്താ, 10 രൂപയുള്ളത് സെല് ചെയ്യുന്നു, 4 രൂപയുള്ളത് ബൈ ചെയ്യുന്നു. ഈ 10 രൂപയുള്ളത് സെല് ചെയ്യുമ്പോൾ അത് SL ആയി എന്ന് വിചാരിക്കൂ, അത് 30 രൂപയിലേക്ക് പോയി SL ആയി. അപ്പോൾ ഈ 4 രൂപയുള്ള സാധനം എന്ത് പോയിന്ന് അങ്ങനെ ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടില്ല. സോ ഇത്തരം പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇതുപോലെ SL-ഉം ടാർഗറ്റും മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ 2 സ്ട്രാറ്റജി ആയിട്ട് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഈ 2 സ്ട്രാറ്റജികൾ കൂട്ടി ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. സോ എങ്ങനെയാണ് ഈ പറയുന്ന പ്രോസസ്സുകൾ തീർക്കാന്ന് പറയുക? വളരെ സിമ്പിളാണ്. സ്ട്രാറ്റജിയിൽ പോകുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ കോൾ സ്പ്രെഡും പുട്ട് സ്പ്രെഡും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം ബാസ്ക്കറ്റിൽ പോയി ഒരു പുതിയ ബാസ്ക്കറ്റ് ഉണ്ടാക്കി ആ 2 സ്ട്രാറ്റജി ആഡ് ചെയ്യുന്നു. സിമ്പിളായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ നേരെ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളിത് ഇനി ബിൽഡ് ചെയ്യേണ്ട, ഓൾറെഡി ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിഫ്റ്റിയിൽ മാത്രമേ പറയുന്നുള്ളൂ, 5 ഇൻഡെക്സിനും ബിൽഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്യുന്നതായിരിക്കും എളുപ്പം. സോ നമ്മൾ ഇതിലേക്ക് വരുന്നു. ബിൽഡ് സ്ട്രാറ്റജി എന്ന് പറയുന്ന മോൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ 2 ലെഗാണ്, ബിക്കോസ് 2 സ്പ്രെഡായിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. സോ 2 ലെഗാണ്. സോ 2 ലെഗ് സ്ട്രാറ്റജി എടുക്കുന്നു. സ്ട്രാറ്റജി നെയിം എന്ത് കൊടുക്കണം? അതിശക്തം എന്ന് കൊടുക്കണോ? അതിശക്തം ബുൾ പുട്ട് സ്പ്രെഡ്. അതിശക്തം ബുൾ പുട്ട് സ്പ്രെഡ് ആണ് ആദ്യം കൊടുക്കുന്നത്. ഏത് ഇൻഡെക്സിലാണ് അത് ആദ്യം ശ്രദ്ധിക്കുക. സെക്കൻഡ്, ഓരോ കോളത്തിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സൈഡിലുള്ള ബട്ടൺ ഞെക്കിയാൽ എന്താണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ഈ കോളത്തിൽ എന്താ കൊടുക്കേണ്ടതെന്നുള്ളത്. അണ്ടർലൈൻ സിമ്പിൾ ഏതാ? നിഫ്റ്റിയാണ്. ഇവിടെ താഴെ ഡിഫാൾട്ട് കിടക്കേണ്ടത് കണ്ടോ? താഴെ ഡിഫാൾട്ട് നിഫ്റ്റി കിടക്കുന്നുണ്ട്, നിഫ്റ്റി ഫ്യൂച്ചർ ഉണ്ട്. സോ നിഫ്റ്റി 50 ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത്, ഫ്യൂച്ചർ അല്ല നിഫ്റ്റി എടുക്കുക. ഇവിടെ ഡിഫാൾട്ട് ഇല്ലാത്ത ഇൻഡെക്സസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക. NSE ആണെങ്കിൽ, ഇപ്പം സെൻസെക്സ് ആണെങ്കിൽ BSEയിലാണ് നോക്കേണ്ടത്. BSEയിൽ പോകുന്നു, ഇൻഡെക്സ് എന്നുള്ളത് എടുക്കുന്നു. സെഗ്മെന്റ് ഇൻഡെക്സ് ആണ്. സ്റ്റോക്ക് ആണെങ്കിൽ ഇക്വിറ്റി, EQ എന്നാണ് അടിക്കേണ്ടത്. സ്റ്റോക്കിന് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സിൽ ഏത് ഇൻഡെക്സസ് ആണ്? സെൻസെക്സ്. ഇങ്ങനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. നമുക്കിപ്പോൾ വേണ്ടത് അതാണ് നിഫ്റ്റി. നിഫ്റ്റിയൊക്കെ എടുക്കാൻ ഇവർ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് എടുക്കേണ്ടത് കേട്ടോ. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇതല്ല, നിഫ്റ്റി 50 ഇൻഡെക്സ് NSE ഇതാണ് എടുക്കേണ്ടത്. സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ചോദ്യം, ഇൻട്രാഡേ ആണോ പൊസിഷണൽ ആണോ? ഏതാത്? പൊസിഷണൽ. ഇൻട്രാഡേ ആണെങ്കിൽ ഇന്നെടുത്ത് വൈകുന്നേരം ക്ലോസ് ആയി പോകും. നമ്മളെങ്ങനെ ചെയ്യുന്നത്? ഇപ്പം നിഫ്റ്റിയുടെ കേസ് മാത്രം കൊടുക്കാം കേട്ടോ, ബാക്കിയൊക്കെ പറഞ്ഞു കളയാം. നിഫ്റ്റി എക്സ്പയറി വ്യാഴാഴ്ചയാണ്. സോ ബുധനാഴ്ച രാവിലെ 9:30 10 രൂപ പ്രീമിയമുള്ള പുട്ട് സെല് ചെയ്യുന്നു, 4 രൂപയുള്ള പ്രീമിയമുള്ള പുട്ട് ബൈ ചെയ്യുന്നു. അത് എക്സ്പയറിയിലേക്ക് വിടുന്നു. ഇൻ ബിറ്റ്വീൻ SL ആയി കഴിഞ്ഞാൽ വീണ്ടും റീ എൻ്റർ ചെയ്യുന്നു. ഇതാണുള്ള കാര്യം. സോ ഇത് ഇൻട്രാഡേ അല്ല, പൊസിഷണലാണ്. നോർമൽ എടുക്കുക. ടൈം, എൻട്രി ടൈം എത്രയാണ് ഞാൻ പറഞ്ഞത്? 9 ക്ലിക്ക് ചെയ്യുന്നു. ഇത് വലിച്ചുകൊണ്ടു ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 30. സോ എൻട്രി ടൈം 9:30. സ്ക്വയർ ഓഫ് ടൈമോ? സ്ക്വയർ ഓഫ് 15. 3 എന്ന് പറഞ്ഞാൽ 15, 30 വേണമെങ്കിൽ ഒരു 15 കൊടുത്തോ. ഫുള്ള് കൊടുക്കണ്ട, 15 ബിക്കോസ് 25-നാണ് എക്സ്പയറി ആവുക ഓപ്ഷൻ സെല്ലിംഗ് പോർട്ട്ഫോളിയോ. സോ 24, 23 കൊടുത്തോ. അങ്ങ് അറ്റം വരെ പോട്ടെ. ആ ഓട്ടോ സ്ക്വയർ ഓഫ് ആവാൻ നിൽക്കണ്ട. അതിപ്പോൾ എൻ്റെ ടെംപ്ലേറ്റിൽ 30 കിടക്കുന്നത്. പക്ഷേ ഞാൻ വരും ദിവസങ്ങളിൽ മോഡിഫൈ ചെയ്തോളാം. സോ നിങ്ങൾ പുതിയതായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ 5:24 എടുത്താൽ മതി. ബിക്കോസ് ഓപ്ഷൻ സെല്ലിംഗ് പൊസിഷൻസ് എല്ലാ ബ്രോക്കേഴ്സും ഇല്ല. ചില ബ്രോക്കേഴ്സ് 9:25 ക്ലോസ് ചെയ്യും, 9:30 അപ്പോൾ നിങ്ങൾ 24 കൊടുത്തു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് മൊമെന്റിലേക്ക് വരുമ്പോൾ തന്നെ ക്ലോസ് ആയിക്കോളും. അല്ലെങ്കിൽ വേണ്ട 9:15 15 കൊടുത്തോളൂ ഒരു ലാസ്റ്റ് മൊമെന്റിലേക്ക് പോകണമെങ്കിൽ. അതല്ല 9:30 കൊടുത്ത് ഇട്ടാലും അതും പ്രശ്നമില്ല. ഒരു ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജ് വരും എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിലേക്ക് പോകണ്ട. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു 9:24 എന്തെങ്കിലും സെറ്റ് ചെയ്തോളൂ. 3:24 സെറ്റ് ചെയ്തോളൂ. സോ ഫസ്റ്റ് പേജിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി സെക്കൻഡ് പേജിലേക്ക് പോവാം. ഇതാണ് ബേസിക്. സെക്കൻഡ് പേജിലേക്ക് പോയി ഇനി ഇവിടെ സിമ്പിൾസ് ആഡ് ചെയ്യണം. അതും ഇവിടെ നിങ്ങൾക്ക് താഴെ ഡിഫോൾട്ട് ഈസി ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ആദ്യം ചെയ്ത് കാണിക്കാം. സോ എക്സ്ചേഞ്ച് ഏതാണെന്ന് നോക്കണ്ടേ? എക്സ്ചേഞ്ച് ഏതാണ്? നമ്മൾ ഡെറിവേറ്റീവ്സ് ആണ് ചെയ്യുന്നത്. സോ NSE ആണോ എക്സ്ചേഞ്ച്? അല്ല, NFO ആണ്. NSEയുടെ ഫ്യൂച്ചർ ഓപ്ഷൻസ് എക്സ്ചേഞ്ച് NFO ആണ്. ഇതൊക്കെ അറിയില്ലെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളാണ്. നമ്മളിതിൽ പുതിയതായിട്ടും കൊണ്ടുവന്നതല്ല. സെബിയും എക്സ്ചേഞ്ചും പറയുന്നത് എന്താണോ അതാണ് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. സോ NFO സെലക്ട് ചെയ്യുന്നു.
ഫ്യൂച്ചറിന് പകരം ഓപ്ഷൻസ് എടുക്കുന്നു. ദെൻ ഇൻഡെക്സസ് ഏതാണ് ഇൻഡെക്സസ്? നിഫ്റ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് ഏതാണെന്ന് വെച്ചാൽ നിഫ്റ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാവുന്നത്. ഈ കോളത്തിൽ കോൺട്രാക്ട് നിയർ നെക്സ്റ്റ് ഫോർ എന്ന് പറഞ്ഞ 3 കോൺട്രാക്റ്റും ഉണ്ട്, എക്സ്പയറി വീക്കിലി ഉണ്ട്, മന്ത്ലി ഉണ്ട്. ഇതിൽ കോമ്പിനേഷൻ എങ്ങനെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള വീക്കിൽ എക്സ്പയറിയിലാണ് ട്രേഡ് എടുക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് തന്നെ ഓപ്ഷൻ കൊടുക്കുക, നിയർ കൊടുക്കുക, വീക്കിലി കൊടുക്കുക. അപ്പം അടുത്ത വ്യാഴാഴ്ച ഏതാണോ എക്സ്പയറി ഉള്ളത് അതായിരിക്കും കൊടുക്കുക. സോ നെക്സ്റ്റ് എന്തിനായിരിക്കും? നെക്സ്റ്റ് തൊട്ടടുത്ത വ്യാഴാഴ്ച വീക്കിലി കൊടുക്കുവാണെങ്കിൽ, ഫാർ ആണെങ്കിലോ ഈ ആഴ്ചത്തെ അവസാനത്തെ വ്യാഴാഴ്ച ആയിരിക്കും കൊടുക്കണ്ടേ. അപ്പം മന്ത്ലി എക്സ്പയറി എടുക്കണമെങ്കിലോ നിയർ കൊടുത്തിട്ട് മന്ത്ലി ആക്കണം. അങ്ങനെയാണ് 4 കോൺട്രാക്റ്റും കിട്ടുക. ഒരാഴ്ചയിൽ 4 എക്സ്പയറി ആണല്ലോ, ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക്. അതിൽ ഫസ്റ്റ് വീക്ക് കിട്ടണമെങ്കിൽ നിയർ വീക്കിലി ആക്കണം, സെക്കൻഡ് വീക്ക് കിട്ടണമെങ്കിൽ നെക്സ്റ്റ് വീക്കിലി ആക്കണം, തേർഡ് വീക്ക് കിട്ടണമെങ്കിൽ ഫാർ എടുത്തിട്ട് വീക്കിലി ആക്കണം, തേർഡ് വീക്ക് കിട്ടും. ഫോർത്ത് വീക്ക് ഇവിടെ ഇല്ല. അതിന് കാരണം എന്താ? ഫോർത്ത് വീക്ക് എന്ന് പറഞ്ഞാൽ മന്ത്ലി എക്സ്പയറി ആണ്. സോ ലാസ്റ്റ് മന്ത് എടുക്കുക. അത് തമ്മിലുള്ള ഇത് ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമ്മൾ ടീമിനെ വിളിച്ചാൽ മതി, നമ്പർ കൂടെ കൊടുക്കാം, അവർ ക്ലാരിഫൈ ചെയ്ത് തരും. പക്ഷേ അവർ വിളിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ തന്നെ ഈ ഒരു ലോജിക്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ എനിക്ക് വേണ്ടത് ഏറ്റവും നിയറസ്റ്റ് വീക്സ്, ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ബുധനാഴ്ചയാണ്, തൊട്ടടുത്തുള്ള വ്യാഴാഴ്ചത്തെ നെക്സ്റ്റ് ഡേയിലെ എക്സ്പയറി വേണ്ടത്. സോ നിയർ എടുക്കുന്നു, വീക്കിലി എടുക്കുന്നു. ആൻഡ് ഇവിടെ ATM പ്ലസ് എത്രയാണ് മൈനസ് എത്രയാണെന്നുള്ളതാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ 0 കൊടുക്കുന്നു. കാരണം ഇവിടെ ATM ന് എത്ര മുകളിലുള്ള സ്ട്രൈക്ക് എടുക്കണം എന്ന് ചോദിക്കുന്നൊരു ഓപ്ഷനാണ്. നമ്മുടെ കേസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. കാരണം നമ്മൾ സ്ട്രൈക്ക് എത്ര റേഞ്ച് നോക്കിയിട്ടല്ല എൻ്റർ ചെയ്യുന്നത്. നമ്മളെങ്ങനെ എൻ്റർ ചെയ്യുന്നത്? 10 രൂപ ഉള്ള പ്രീമിയം നോക്കിയിട്ടാണ് ആശാൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 150 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ -150. ഇപ്പോൾ നമ്മൾ പുട്ടൽ എടുക്കാൻ പോകുന്നത്. സോ പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -150 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്ഡ മണിയോട് 9:30 വരും. അഡ്ഡ മണിയിൽ 150 പോയിന്റ് താഴെയുള്ള പുട്ടിൻ്റെ സ്ട്രൈക്ക് ആയിരിക്കും എടുക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ആ സിനാരിയോയിലല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ 0 തന്നെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് അറിയില്ലാത്ത അല്ലെങ്കിൽ വേണ്ടാത്ത വാല്യൂസ് എപ്പോഴും 0 കൊടുത്താൽ മതി. സ്ട്രൈക്ക് പ്രൈസും ഇവിടെ സെലക്ട് ചെയ്യേണ്ട, തന്നെ വന്നോളും. ഇവിടെ സിക്ക് പകരം PE, കാരണം നമ്മൾ ബുൾ പുട്ട് സ്പ്രെഡാണ് ആദ്യം ബിൽഡ് ചെയ്യുന്നത്. സോ PE സെലക്ട് ചെയ്യുന്നു. സെലക്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സാധനം വന്നു, നിഫ്റ്റി നിയർ PE വന്നു. സോ സ്ട്രൈക്ക് സെലക്ഷനായി. ഇനി ATM ടൈപ്പ്. ഇവിടെ ATM ഫിക്സ് കൊടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഏത്? ഇവിടെ ATM എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ സ്ട്രൈക്ക് ആയിരിക്കും സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ടത് ഡൈനാമിക് ആണ്, കാരണം പ്രൈസ് റേഞ്ച് ആണ് പറയുന്നത്. നമുക്ക് വേണ്ടത് ഡൈനാമിക് സെലക്ട് ചെയ്യുമ്പോൾ താഴെ പ്രീമിയം സ്റ്റാർട്ട് ആൻഡ് എൻഡ് റേഞ്ച് വന്നു. ഇവിടെ നിങ്ങൾ 2ലും 10 കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും 2ലും 10 എന്താ നല്ലതെന്ന്. ബിക്കോസ് ഇപ്പോൾ നമ്മളൊരു 8നും 10നും ഇടയിലുള്ള സ്ട്രൈക്കാണ് എടുക്കേണ്ടതെന്ന് വിചാരിക്കൂ. ഇവിടെ 8ഉം 10ഉം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഈ 8നും 10നും ഇടയിൽ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സെലക്ഷൻ ആവുള്ളൂ. ഇത്തരം സിനാരിയോസിൽ ഇങ്ങനെ കണ്ടീഷൻ കൊടുക്കുന്നതാണ് അല്പം നല്ലത്. 2 വാല്യൂവിലും 10 കൊടുത്തു കഴിഞ്ഞാൽ 10നോട് ക്ലോസ് ആയിട്ടുള്ള സ്ട്രൈക്ക് ഏതാണോ അതെടുക്കും. ചിലപ്പം 7.9 ആയിരിക്കും അപ്പോൾ ഉള്ള പ്രീമിയം. പക്ഷേ ഇവിടെ 8ഉം 10ഉം കൊടുത്തു കഴിഞ്ഞാൽ സെലക്ഷൻ ആവില്ല, 7.9 അല്ലേ. പക്ഷേ 2ലും ഒരേ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയറസ്റ്റ് അതിൻ്റെ സ്ട്രൈക്ക് ഏതാണോ അതെടുക്കും. ചിലപ്പോൾ 10.50 ആയിരിക്കും, 10.5 രൂപയുടെ പ്രീമിയം ഉള്ളതായിരിക്കും കിട്ടുക. ചിലപ്പോൾ 9.5 ആയിരിക്കും, ചിലപ്പോൾ 8ൻ്റെ ആയിരിക്കും. ഏതാണോ ക്ലോസസ്റ്റ് ഉള്ളത് അത് കിട്ടും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. നിങ്ങളാണെങ്കിലും ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് സ്ട്രാറ്റജി 150നും 170നും ഇടയിലുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ 150ഉം 170ഉം കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ഇതിനിടയിൽ ഒരു സ്ട്രൈക്ക് ഇല്ലെങ്കിൽ സെലക്ഷൻ ആവില്ല. അതിന് പകരം 2ലും 170 170 വാല്യൂ കൊടുത്താൽ എന്താ ഗുണം? അപ്പോൾ ഒരു ഗുണമുള്ളത് ഇതിനിടയിലുള്ളത് എന്തായാലും തൊട്ടുള്ളത് സെലക്ഷൻ ആവും. സോ അത്തരം സിനാരിയോയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലത്. പ്രീമിയം സ്റ്റാർട്ട് റേഞ്ചും എൻഡ് റേഞ്ചും ഇവിടെ നമ്മൾ 10 കൊടുക്കുന്നു. ക്വാണ്ടിറ്റി 25. നിങ്ങൾക്ക് 25 ആണോ 100 ആണോ എത്ര വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. ക്വാണ്ടിറ്റി 25 കൊടുക്കുന്നു. ഇത് നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യുമ്പം ഇതിൻ്റെ മൾട്ടിപ്പിൾ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം 25 കൊടുത്ത് ചെയ്യുക. ബൈ ഫസ്റ്റ് ബൈ ചെയ്യണം, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. സ്പ്രെഡിൽ 2 ലെഗ് ഉണ്ട്, ഒരു കോള് ബൈയും ഉണ്ട്, ഇവിടെ പുട്ടാണ്. ഒരു പുട്ട് ബൈയും ഉണ്ട്, ഒരു പുട്ട് സെല്ലും ഉണ്ട്. ഇതിൽ ഏതാദ്യം കൊടുക്കുന്നോ അതായിരിക്കും ആദ്യം ബൈ ആവുക. സോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുമ്പം ബൈയിങ് ഉണ്ടെങ്കിൽ ബൈ ലെഗുകൾ ആദ്യം തന്നെ കൊടുക്കണം. സോ ബൈ കൊടുത്തു. ദെൻ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഇത് ഇവിടെ കൊടുക്കണ്ട. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും മണിയിലും പോയിന്റിലും പെർസെൻറ്റേജിലും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആശാൻ അങ്ങനെയല്ല പറയുന്നത്. സ്ട്രാറ്റജി ഈ കോളിൻ്റെ 2ൻ്റെയും കൂടി സ്ട്രാറ്റജിയുടെ ലാഭം 150ഉം ഈ 2ൻ്റെ ലെഗിൻ്റെയും കൂടി നഷ്ടമാണ് ഈ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെയല്ല കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള സിനാരിയോയിൽ അടുത്ത പേജിലാണ്. ഇവിടെ 3-4 ഓപ്ഷൻസ് ഉണ്ട് റീ എൻട്രി ചെയ്യാനുള്ളത്. ഇത് അതാത് ലെഗിൽ റീ എൻട്രി ആണ്. അതൊന്നും നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇത് ഫസ്റ്റ് ലെഗായി. ഇനി സെക്കൻഡ് ലെഗ് ആഡ് ചെയ്യാം. സോ നമുക്ക് സെല്ല് ചെയ്യേണ്ട ലെഗ് സെലക്ട് ചെയ്യാം. സെല്ല് ചെയ്യുന്നു. ഇനി ഇവിടെ ഉണ്ട് ഈ സാധനം, സെല്ല് ചെയ്യുന്നു. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളും പുട്ടും ഇവിടെ ഡിഫോൾട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് താഴെ അടുത്തൊരു സ്ട്രൈക്ക് എടുക്കണമെങ്കിൽ അടുത്ത
ഒരു പുട്ട് സെലക്ട് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 2 ലെഗുള്ള സ്ട്രാറ്റജിയിൽ 2 പുട്ട് ഓപ്ഷൻ വേണമെങ്കിൽ രണ്ടും സീറോയിൽ കൊടുക്കരുത്. ഒരെണ്ണം സീറോയിലുള്ള കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഒരു നെക്സ്റ്റ് സ്ട്രൈക്കിൽ വേണം കൊടുക്കാൻ. ഇപ്പോൾ -50 അല്ലെങ്കിൽ -100 സ്ട്രൈക്ക് എടുക്കുക. ഇവിടെ ഇതിന് വാല്യൂ ഇല്ല കേട്ടോ. ആക്ച്വലി 50-100ന് വാല്യൂ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയുള്ളൊരു വാല്യൂ മാത്രം കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ. ഇത് ക്ലിക്ക് ചെയ്താൽ ഡിഫോൾട്ടായിട്ട് വരും. ഈ വാല്യൂവിന് ഒരു വില വരണമെങ്കിൽ ഇവിടെ നമ്മൾ ഫിക്സഡ് ആയിരിക്കണം. ഈ ഫിക്സഡ് ടൈപ്പ് ഉണ്ടെങ്കിലാണ് ഈ വാല്യൂലുള്ള ഫിക്സഡ് കയറി വരുള്ളൂ. നമ്മളിവിടെ ഡൈനാമിക് ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ ഇതിന് വിലയില്ല. പക്ഷേ ഇങ്ങനെ കൊടുത്തേ പറ്റൂ. ബിക്കോസ് എന്താണ്, ഓൾറെഡി ഒരു പുട്ട് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം പറയും ഈ പുട്ടിൽ ഈ സ്ട്രൈക്കിൽ ഒരു പൊസിഷൻ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ട്രേഡ് ട്രിഗർ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ലെഗിൽ തന്നെ, ഐ മീൻ പുട്ട് സൈഡിൽ തന്നെ സെയിം എക്സ്പയറിയിൽ 2 പൊസിഷൻ എൻ്റർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സെലക്ട് ചെയ്യുമ്പോൾ മാറ്റിക്കൊള്ളണം. ഒരെണ്ണം 0, രണ്ടാമത്തത് -50, മൂന്നാമതൊരു പുട്ട് കൂടി സ്ട്രാറ്റജിയിൽ വേണമെങ്കിൽ അടുത്ത പുട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ഇപ്പോൾ ATM -50 സ്ട്രൈക്ക് എടുക്കുന്നതിന് അർത്ഥവുമില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ഡൈനാമിക് ആക്കുന്നു. സെല് ചെയ്യേണ്ടത് എത്രയാണ്? 10. അബദ്ധം പറ്റി. ഇത് ഫസ്റ്റ് ബൈ ചെയ്യേണ്ട ലെഗാണ്. ബൈ ചെയ്യേണ്ടത് എത്രയാണെന്ന് ആശാൻ പറഞ്ഞേ. പുട്ട് സൈഡ് ബൈ ചെയ്യേണ്ടത് 4. ഓക്കെ, പുട്ട് സൈഡ് ബൈ ചെയ്യേണ്ടത് 4 മാറിപ്പോയി. നിങ്ങൾ ഇവിടെ 4 ആക്കുക. 2ഉം 4. സെല് ചെയ്യേണ്ടത് 10. ക്വാണ്ടിറ്റി ബൈ, ട്രേഡ്, സെല്ല്. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇവിടെയല്ല, അത് അടുത്ത പേജിലാണ് വന്നത്. ഇവിടെ ഈ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻഡിവിജ്വൽ ലെഗിന് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത് 4 രൂപയ്ക്ക് എൻ്റർ ചെയ്യുന്നു, 2 രൂപ SL അടിക്കണമെങ്കിൽ ഇവിടെ മണിയിലോ പോയിന്റിൽ 2 രൂപ എന്ന് കൊടുക്കാം. അല്ല മണിയിലാണ് ഒരു 100 രൂപ നഷ്ടം വരുമ്പോഴാണ് SL ബുക്ക് ചെയ്യണമെങ്കിൽ മണി കൊടുക്കുക. പെർസെൻറ്റേജിൽ ഒരു 1% ലോസ് വരുമ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ്. അങ്ങനെ 3 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത്ര സൂപ്പർ അഡ്വാൻസ്ഡ് ആണ്. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എങ്ങനെയുള്ള SL വേണമെങ്കിലും ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. തൽക്കാലം നമുക്കിത് രണ്ടും കൂടി ആശാൻ പറഞ്ഞിരിക്കുന്ന ലോസ് 450. ഈ ലോസ് വരുമ്പോഴാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയല്ല ചെയ്യേണ്ടത്, നെക്സ്റ്റ് പേജിൽ അഡ്വാൻസ്ഡിൽ പോവുക. അഡ്വാൻസ്ഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് മാസ്റ്റർ ടാർഗറ്റും മാസ്റ്റർ SLും കൊടുക്കേണ്ടത്. ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതുമ്പോൾ മൗസ് കൊണ്ടുവന്നാൽ മതി. ട്രയൽ SL എന്താണ്, ലെഗ് റീ എൻട്രി എന്താണ്, ലെഗ് റീ എക്സിക്യൂട്ട് എന്താണ്, വെയിറ്റ് ആൻഡ് ട്രേഡ് എന്താണ്, ഇതൊക്കെ ഇതിലുണ്ട്. സോ ഇത്തരം വെയിറ്റ് ആൻഡ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബലൈൻഡ് സ്ട്രാറ്റജിക്ക് ആവശ്യമുള്ള ഒരു പോയിന്റാണ്. നമ്മൾ 30നും 50നും ഇടയിലുള്ള പ്രീമിയമുള്ള സ്ട്രൈക്ക് എടുക്കുന്നു. അത് എപ്പോഴാണോ 60ൻ്റെ മുകളിൽ പോകുന്നത് അപ്പോൾ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ 30ഉം 50ഉം വെയിറ്റ് ആൻഡ് ട്രേഡ് ക്ലിക്ക് ചെയ്യുന്നു. 10 പോയിന്റ് അപ്പുറത്ത് കയറുമ്പോൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാൻ ചോദിക്കും. അതൊക്കെ നമ്മൾ ബ്ലൈൻഡ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ പറഞ്ഞുതരാം. തൽക്കാലം ആശാൻ്റെ സ്ട്രാറ്റജി മാത്രം ബിൽഡ് ചെയ്യാൻ നോക്കാം. അഡ്വാൻസ്ഡിൽ പോകുന്നു. മാസ്റ്റർ ടാർഗറ്റ് ഉണ്ടോ? ആശാൻ ടാർഗറ്റിൻ്റെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല. ടാർഗറ്റ് എക്സ്പയറിയിൽ തന്നെ തീരാണ്. നെക്സ്റ്റ് ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് 3:15 കഴിയുമ്പം തന്നെ ക്ലോസ് ആവാണ്. സോ ടാർഗറ്റ് ഇല്ല. ഫുൾ പ്രീമിയം DK ആണ്, മെൽറ്റ് ചെയ്ത് കിട്ടുന്ന പൈസയാണ്. SL ഉണ്ട്, മാസ്റ്റർ SL ഉണ്ട്. എത്രയാണ് ആശാൻ പറഞ്ഞ SL? 450 ആശാൻ പറഞ്ഞ SL. സോ 450 SL വന്നിരിക്കുന്നത്. ഇനി ഇവിടെ മാസ്റ്റർ SL ട്രയൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ട്രയലിംഗ് SL ഇവിടെ ആവശ്യമില്ല. ബിക്കോസ് ഈ സ്ട്രാറ്റജിക്ക് ട്രയൽ SL ഇല്ല. നമ്മൾ എൻ്റർ ചെയ്യുന്നു, എക്സ്പയറിയിൽ ക്ലോസ് ചെയ്യുന്നു, 4 മടങ്ങ് ഇപ്പോൾ ലോസ് ഇത്രയും വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുന്നു, അടുത്ത ലെഗ് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ. ആൻഡ് ട്രേഡിംഗ് സൈക്കിൾ, ഇവിടെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളത്. നിങ്ങൾക്ക് SL അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എൻ്റർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു അയൺ കോണ്ടർ എൻ്റർ ചെയ്തു. അതിൽ എൻ്റെ പുട്ട് പൊസിഷൻസ് ലോസ് ബുക്ക് ചെയ്തു. ഇന്നത്തെ ഒരു എക്സാമ്പിൾ ഇന്ന് പറഞ്ഞുതരാം. സോ ഇന്ന് തന്നെ ഒരു എക്സാമ്പിളാണ്. ഇന്നിപ്പോൾ എൻ്റെ നിഫ്റ്റി SL ബുക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. യെസ്, ഇത് ഞാൻ റൺ ചെയ്യുന്നത്, ഇതെൻ്റെ ആലിസ് ബ്ലൂ ആണ്. നേരത്തെ കാണിച്ചത് ഏഞ്ചൽ, ഇത് ആലിസ് ബ്ലൂ. ഇതിലാണ് ഞാൻ ആശാൻ്റെ സ്ട്രാറ്റജികൾ റൺ ചെയ്യുന്നത്. ആശാൻ്റെ സ്ട്രാറ്റജിയിൽ നോക്കി അറിയാം. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ആണ് എക്സ്പയറി. ബാങ്ക് നിഫ്റ്റി പ്രോഫിറ്റിൽ ക്ലോസ് ആയി. നിഫ്റ്റി SL ബുക്ക് ചെയ്തു, 450 SL ബുക്ക് ചെയ്തു. സ്റ്റിൽ എൻ്റെ ലോസ് നോക്കിയേ, സ്റ്റിൽ ഞാൻ പ്രോഫിറ്റിലാണ്. കാരണം ബാങ്ക് നിഫ്റ്റി ഞാൻ ഇന്നലെ എടുത്തത് ഇന്ന് ക്ലോസ് ആയപ്പോൾ ലാഭത്തിലായിരുന്നു. നിഫ്റ്റി 450 നഷ്ടം വന്നപ്പോൾ എനിക്ക് ബാങ്ക് നിഫ്റ്റി ഒരു 400ഓളം ലാഭം തന്നു. അതുകൊണ്ട് എനിക്ക് നെറ്റ് ഒരു 65 രൂപയാണ് പോയുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നിഫ്റ്റി മാത്രം ചെയ്യുന്നതാണോ നല്ലത്? ഇതാണ് എല്ലാ ഇൻഡെക്സും എടുത്താലുള്ള ഒരു അഡ്വാൻറ്റേജ്. ഏതെങ്കിലും 1-2 ലോസിൽ പോയാലും ബാക്കിയുള്ളത് നമുക്ക് ലാഭം തന്നതിനെ കവർ ചെയ്തോളും. നിഫ്റ്റി കണ്ടില്ലേ, നിഫ്റ്റി 2 പൊസിഷൻസ് ക്ലോസ് ചെയ്തു 450-ന്, പുതിയ പൊസിഷൻ എടുത്തു. ഇത് സിസ്റ്റം തന്നെ എടുത്താണ്. ഇങ്ങനെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പുട്ടിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. നമ്പർ ഓഫ് സൈക്കിൾ എന്നുള്ളത് ഒരു 2 കൊടുക്കാം. അപ്പോൾ ഈ സിനാരിയോ കൊടുത്താൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ നിഫ്റ്റി താഴേക്ക് വരുന്നു, പുട്ട് ലോസിലേക്ക് വന്ന് 450 ലോസ് ആയി കഴിഞ്ഞാൽ പുട്ട് രണ്ടും ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി വീണ്ടും അടുത്ത പുട്ട് എൻ്റർ ചെയ്യുന്നു. സെയിം സിനാരിയോ വീണ്ടും വർക്കൗട്ട് ചെയ്യും. 10 രൂപ പ്രീമിയമുള്ള പുട്ട് സെല്ല് ചെയ്യും,
4 രൂപ പ്രീമിയമുള്ള പുട്ട് ബൈ ചെയ്യും. അങ്ങനെ ചെയ്യണോ വേണ്ടയോ ഇത് നിങ്ങളുടെ ഓപ്ഷനാണ്. ആശാൻ പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യാം. ഒരു 2 ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ 2 പ്രാവശ്യം ചെയ്യാം. നിങ്ങൾക്കത് 3 4 എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പക്ഷേ ലോസിൻ്റെ വലിപ്പം കൂടും. ഞാൻ 2 തൽക്കാലം കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ചെയ്തു വെച്ചിരിക്കുന്ന സ്ട്രാറ്റജിയിലും 2. സോ ഈ സിനാരിയോയിൽ സംഭവിക്കുന്നത് വെച്ചാൽ 2 പ്രാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. അത് 2 ഫെയിലായി കഴിഞ്ഞാൽ ഫുൾ ലോസ് ബുക്ക് ചെയ്യുക. ഇനിയും ഈ റിസ്ക് എടുക്കണ്ട, റീ എൻട്രി ചെയ്യണമെങ്കിൽ ഇവിടെ 1 കൊടുത്താൽ മതി. 1 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റീസൈക്കിൾ ചെയ്യില്ല. ഓക്കെ, സോ 2 കൊടുക്കുന്നു. ഇത് സൈക്കിൾ ഡിലേ ഇൻ മിനിറ്റ്, അതിൽ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. വിത്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സൈക്കിൾ വർക്ക് ചെയ്യേണ്ടതെന്ന്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ബിൽഡ് ചെയ്യുന്ന മുമ്പ്. സൈക്കിൾ ഡിലേ മിനിറ്റിൽ 1 മിനിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു നോക്കിയേ. എപ്പോഴാണോ ഈ പുട്ടിലേക്ക് 450 ലോസ് ബുക്ക് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പുതിയ പുട്ടിലേക്ക് ഉണ്ടാവും. ഇത് മിനിറ്റിലേ കൊടുക്കാൻ പറ്റുള്ളൂ. 1 മിനിറ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങളുടെ സ്ട്രാറ്റജി പോലെ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് താഴേക്ക് പോയി കഴിഞ്ഞാൽ വിക്സ് ഫിൽറ്റർ, വിക്സിൻ്റെ വോളിയം വെച്ചിട്ടുള്ള ഇത്ര റേഞ്ചിൽ വേണമെന്നും വാല്യൂസ് കൊടുക്കാം. അതൊന്നും നമുക്ക് ആശാൻ പറഞ്ഞു തന്നിട്ടില്ല. സ്ക്വയർ ഓഫ് ഫിക്സ് ടൈം ആശാൻ പറഞ്ഞ് അതൊന്നും തന്നിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കണ്ടീഷൻ ചെക്കിങ് ആവശ്യമില്ല. ഏതൊക്കെ ദിവസം ട്രേഡ് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണ്? നിഫ്റ്റി എന്നാണ് ട്രേഡ് എൻ്റർ ആവേണ്ടത്? ബുധനാഴ്ച. സോ ബുധനാഴ്ച മാത്രം സെലക്ട് ചെയ്താൽ മതി. ബുധനും വ്യാഴവും വേണമെങ്കിൽ സെലക്ട് ചെയ്തോ. കാരണം വ്യാഴം സെലക്ട് ചെയ്ത ഒരു ചെറിയ പ്രശ്നമുള്ളത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളത്, ബുധനാഴ്ച എടുത്തു, ബുധനാഴ്ച 2 SL അടിച്ച് പരിപാടി ക്ലോസ് ചെയ്തു. വ്യാഴാഴ്ചയും ടിക്കറ്റ് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വീണ്ടും എൻ്റർ ചെയ്യും. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് SL അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എക്സ്പയർഡ് അന്ന് 10 രൂപ പ്രീമിയം ഉള്ളത് സെല്ല് ചെയ്താൽ തൊട്ടടുത്തായിരിക്കും ഇരിക്കുക, അറ്റ് ദ മണിയോട് തൊട്ടടുത്തായിരിക്കും നിൽക്കുക. അത് എപ്പോൾ വേണമെങ്കിലും ചെറിയ മൂവ്മെൻറ്റ്, നിഫ്റ്റി ഒരു 0.25% മൂവ്മെൻറ്റ് എടുത്തിയാൽ പോലും ആ SL ഹിറ്റ് ആവും. സോ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ, മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? ബുധനാഴ്ച 2 SL ബുക്ക് ചെയ്തു. അങ്ങനെയാണ് ഈ സ്ട്രാറ്റജിയുടെ വിചാരം. വ്യാഴാഴ്ച രാവിലെ വീണ്ടും 9:30 എൻട്രി ആവണമെന്ന. സോ ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വീണ്ടും എൻട്രി ആവില്ല. സോ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബുധനാഴ്ച മാത്രം കൊടുക്കുക. ബാങ്ക് നിഫ്റ്റി എന്ന് എടുക്കണം ചൊവ്വാഴ്ച, ഫിൻ നിഫ്റ്റി തിങ്കളാഴ്ച, വ്യാഴാഴ്ച എടുക്കേണ്ടത് ഏതാണ്? വ്യാഴാഴ്ച എടുക്കേണ്ടത് സെൻസെക്സ്, വെള്ളിയാഴ്ച എടുക്കേണ്ടത് മിഡ് ക്യാപ്. അങ്ങനെ ഓരോന്ന് നോക്കി സെലക്ട് ചെയ്യാം. റിക്വയർഡ് മാർജിൻ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ആശാൻ പറഞ്ഞിരിക്കുന്നത് 30,000 അല്ലേ പറഞ്ഞത്? സോ 30,000 രൂപയാണ് റിക്വയർഡ് മാർജിൻ. ഇനിയുള്ളത് ഈ 4 കോളംസ് വളരെയധികം ശ്രദ്ധിക്കുക. ഇതിൽ ഫസ്റ്റ് കോളം നമുക്ക് ആവശ്യമുള്ളതാണ്. സ്ക്വയർ ഓഫ് ഓൾ ലെഗ് ഇഫ് എനി സിംഗിൾ ലെഗ് ടാർഗറ്റ് ഓഫ് സ്റ്റോപ്പ് ലോസ്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സ്പ്രെഡ് ആണല്ലോ, കോൾ സെല് ചെയ്ത ലെഗ് SL ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബൈ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ക്ലോസ് ചെയ്യണോ? ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ക്ലോസ് നടക്കും. ടിക്ക് ചെയ്തില്ലെങ്കിൽ ആ സെല്ലായത് മാത്രമേ നിൽക്കുള്ളൂ, ബൈ ചെയ്ത് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു ലോസ് ഒഴിവാക്കാനായിട്ട് ചെക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ട്രയൽ SL കോസ്റ്റ് ടു കോസ്റ്റ്, നമ്മുടെ ഇവിടെ SL ഇല്ല. സ്ക്വയർ ഓഫ് പൊസിഷൻ ഓൺ റിജക്ഷൻ, ഇപ്പം ബൈ ചെയ്തു കിട്ടി, സെല് ചെയ്യാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല, മാർജിൻ കുറവാണ് കൊണ്ട് റിജക്ഷൻ ആയി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണോ? ബൈ പൊസിഷൻ അവിടെ കിടന്നാൽ ശരിയാവോ? ഇല്ല. സോ ഏതെങ്കിലും ഒരു ലെഗ്, ഈ പറയുന്ന മൾട്ടി ലെഗ് സ്ട്രാറ്റജി ആണെങ്കിലാണ് ഇതുള്ളൂ. ഏതെങ്കിലും ഒരു ലെഗ് സ്ക്വയർ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ഫുൾ സ്ട്രാറ്റജി ക്ലോസ് ചെയ്യണമെന്നുള്ളത് അതും ആവശ്യമുണ്ട്. അലോ ലേറ്റ് ട്രേഡിംഗ്, അത് അലോ കൊടുക്കുക, അലോ ചെയ്യാണ്ടിരിക്കാൻ നിങ്ങൾക്ക് പ്രശ്നമില്ല. ദെൻ കൺസിഡർ ക്ലോസ് ട്രേഡ് പിയാനോ ഫോർ മാസ്റ്റർ SL. അതിൻ്റെ ആവശ്യമില്ല. കാരണം ക്ലോസ് ആയ ട്രേഡിൻ്റെ ലോസ് കൂടി കൂട്ടിയിട്ടാണോ മാസ്റ്റർ SL കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അല്ല, ലൈവ് ഉള്ള പൊസിഷൻ്റെയാണ്. സോ അതുകൊണ്ട് ഇതും ആവശ്യമില്ല. ഇതേ ഓപ്ഷൻസ് നിങ്ങളൊന്ന് റീഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സ്ട്രാറ്റജി കഴിഞ്ഞു, ഇനി ജസ്റ്റ് സേവ് ചെയ്താൽ മതി. അടുത്ത കോളത്തിൽ ഡിസ്ക്രിപ്ഷനാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ സ്ട്രാറ്റജി ഷെയർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ, അത് നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ. നിങ്ങൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ഞങ്ങൾക്ക് ഇട്ട് തരണം അപ്രൂവലിന് വേണ്ടി. ഞങ്ങളത് നോക്കി നല്ലതാണെന്ന് കണ്ടാൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് അപ്രൂവ് ചെയ്യുള്ളൂ. സോ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ആർക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സിനാരിയോയിൽ ഈ സ്ട്രാറ്റജി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഷാരിക്കിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യുന്ന സമയത്ത് എടുത്ത് നോക്കാം. ഹെൽപ്പിൽ ഈ പറയുന്ന ഓരോ ടാഗും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ആ ടാബിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു ഇതുണ്ട്, സ്റ്റിൽ ഹെൽപ്പിൽ കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും ഈ 3 പേജാണ് ഇമ്പോർട്ടൻസ്. മെയിൻ പേജിൽ ഇത്രയും വാല്യൂസ്, ലെഗ് സെലക്ട് ചെയ്യുന്നത്, അഡ്വാൻസ്ഡ്, സേവ്, യെസ് സ്ട്രാറ്റജി സേവ്ഡ്. ദേ വന്ന് കിടക്കുന്നു ആശാൻ്റെ ബുൾ പുട്ട് സ്പ്രെഡ്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഒരു നോട്ടും ബിൽഡ് ചെയ്യേണ്ടതുകൊണ്ട്. ഏതാണ്? അതിശക്തം പിയർ കോൾ സ്പ്രെഡ്. ഇപ്പോൾ പിയർ കോൾ സ്പ്രെഡ് ഇത് പെട്ടെന്ന് ഞാൻ ബിൽഡ് ചെയ്യാൻ കേട്ടോ. നിഫ്റ്റിയിലാണ്, മറ്റേത് പറഞ്ഞതുകൊണ്ട് സെയിം കാര്യം തന്നെയാണ്. പൊസിഷണൽ എൻട്രി ടൈം 9:30, എക്സിറ്റ് ടൈം 3:24, ലെഗ് ഏതാണ്? കോളാണ്. ഇത്തവണ കോളാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ നിഫ്റ്റിയുടെ നിയർ കോള് സെലക്ട് ചെയ്യുന്നു, ഫിക്സ് മാറ്റി ഡൈനാമിക് ആക്കുന്നു. ബൈ ചെയ്യേണ്ടത് 4, ക്വാണ്ടിറ്റി ബൈ. ഇവിടെ ടാർഗറ്റ് SL കൊടുക്കുന്നില്ല, ബിക്കോസ് നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. സെക്കൻഡ് എടുക്കുമ്പോൾ ഏത് കൊടുക്കണം? ഇത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ ഏതെങ്കിലും എടുക്കുക, ഇതോ എടുക്കുക. സെലക്ട് ചെയ്യുന്നു, ഫിക്സ് മാറ്റി ഡൈനാമിക് ആക്കുന്നു,
സെല്ല് ചെയ്യേണ്ടത് 10 രൂപ. 10 രൂപ പ്രീമിയം ഉള്ള റേഞ്ചിലാണ് സെല്ല് ചെയ്യേണ്ടത്. ബൈക്ക് പകരം സെല്ലാക്കുന്നു. എല്ലാം സൂക്ഷിക്കണം കേട്ടോ. ഇതിൽ ഇറവ് വരണമെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാല്യൂ മിസ്റ്റേക്ക് കൊണ്ട് ഇറവ് തന്നെ. അല്ലാത്ത ഇറർസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി നിങ്ങൾ ആഡ് ചെയ്യിപ്പിക്കാം. എന്തെങ്കിലും ടെക്നിക്കൽ ഇറർ, ഇപ്പോൾ രാവിലെ സിസ്റ്റം ഹാങ് ആണ്, സെർവറൊക്കെ ഡൗൺ, ആമസോണിൻ്റെ സെർവറാണ് ഉപയോഗിക്കുന്നത്, ഡൗൺ ആണെങ്കിൽ ഞങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ അറിയിക്കുന്നതായിരിക്കും. സോ ഇനി തേർഡ് ഓപ്ഷൻ അഡ്വാൻസ്ഡ്. ടാർഗറ്റ് ഇല്ല. ആശാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് 450 പോയിന്റാണ് സ്റ്റോപ്പ് ലോസ്. ട്രയലസിലില്ല. നമ്പർ ഓഫ് സൈക്കിൾ 2 പ്രാവശ്യമാണ് SL ട്രയൽ ചെയ്താൽ വീണ്ടും റൺ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ഡിസേബിൾഡ് ആണ്. ഡേയ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഡേയ്സ് നമുക്ക് വേണ്ടത് വെനസ്ഡേ മാത്രമാണ് ആവശ്യമുള്ളൂ. വെനസ്ഡേ എടുക്കുന്നു. സ്ക്വയർ ഓഫ് ഓൾ ലൈൻ റിജക്ഷൻ കൊടുക്കുന്നു. ഈ 3 ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഡിസ്ക്രിപ്ഷൻ ഒന്നും ഇപ്പോൾ എടുക്കല്ല. ഇപ്പം ഇവിടെ എന്തെങ്കിലും കൊടുക്കണോ? ആശാനെ താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ഇരിക്കട്ടെ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമുക്ക് 2 സ്ട്രാറ്റജി കിട്ടി. ക്ലിയർ? ഈ 2 സ്ട്രാറ്റജിയും നിങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്ത് കാണാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ നിന്ന് തന്നെ ഈ 2 സ്ട്രാറ്റജിയും ഡിപ്ലോയ് കൊടുത്താൽ മതി. അല്ല, ഒരു സിംഗിൾ ക്ലിക്കിൽ ഡിപ്ലോയ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ക്ലോസ് ചെയ്യുന്നു, ബാസ്ക്കറ്റിലേക്ക് പോകുന്നു. ഇവിടെ ബാസ്ക്കറ്റ്, ഒരു പുതിയ ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിശക്തം അയൺ കോണ്ടർ IC, അതിശക്തം IC എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എടുക്കുന്നു, പേര് കൊടുക്കുന്നു, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ ഏതൊക്കെ, ഇപ്പോൾ എൻ്റെ കുറേ സ്ട്രാറ്റജി ഉള്ളതുകൊണ്ടാണ് ഏതാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണേ. ഇപ്പോൾ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് മാത്രം ആഡ് ചെയ്താൽ മതി. അതിശക്തം ബുൾ സ്പ്രെഡ്. ഇവിടെ നിങ്ങൾക്ക് എത്ര മൾട്ടിപ്പിൾ ചെയ്യണമെന്ന് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ക്വാണ്ടിറ്റി അവിടെ 25 ആണല്ലോ കൊടുത്തേനെ. അപ്പം അതിൻ്റെ മൾട്ടിപ്പിൾ. ഇപ്പം നിങ്ങൾക്ക് ഇത് ട്രേഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ അടുത്ത് എത്ര ലക്ഷം ഉണ്ട്? 1 ലക്ഷം ആണെങ്കിൽ 2 ലോട്ട് ചെയ്താൽ മതി. 10 ലക്ഷം ആണെങ്കിൽ എത്ര ലോട്ട് ചെയ്യാം? ആശാൻ പറഞ്ഞിരിക്കുന്നത് 30,000 മതി എന്നാണ്. സോ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 30,000. അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അയൺ കോണ്ടർ എപ്പോഴും ഒരു 50,000 ക്യാപിറ്റൽ കീപ്പ് ചെയ്യാൻ ഞാൻ പറയും. കാര്യം 30,000 മതിയെങ്കിലും M2M ലോസ് പെട്ടെന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തട്ടക്കേട് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ പൊള്ളരുത്. അതുകൊണ്ട് എപ്പോഴും കുറച്ച് പൈസ കൂടുതൽ ഇട്ടേക്കാം. ഒരു 40,000 കേട്ടോ. സേഫ് 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ എത്ര ലോട്ട് ചെയ്യാൻ പറ്റും? 20 ലോട്ട് ചെയ്യാൻ പറ്റും. സോ എൻ്റെ കയ്യിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ ഇതുപോലെ 20 ലോട്ട്, 20 ലോട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആഡ്. അതുപോലെ തന്നെ പുട്ടും സെയിം ക്വാണ്ടിറ്റി തന്നെ ആഡ് ചെയ്യണേ. കോള് 20 പുട്ട് ഇതാക്കരുത്. സെയിം ക്വാണ്ടിറ്റി ആഡ് കൊടുക്കുന്നു. സേവ്. സോ സ്ട്രാറ്റജി സേവ് ആയി. ഇത് കണ്ടില്ലേ? ഇത് ഇവിടെ സ്ട്രാറ്റജി വന്നു. ആശാന്റെ അതിശക്തം സ്ട്രാറ്റജി. സോ നമ്മുടെ പണി ഏകദേശം തീരാറായി. സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി സിംഗിൾ ക്ലിക്കിൽ റണ്ണിങ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഡിപ്ലോയ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഒപ്പം ബാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. നമ്മുടെ ഫേമസ് ബാക്ക് ടെസ്റ്റ്. ഇത് ബിൽഡ് ചെയ്ത സ്ട്രാറ്റജി കഴിഞ്ഞ കൊല്ലങ്ങളിൽ, മാസങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് ഒരൊറ്റ ക്ലിക്കിൽ ചെയ്യാം. ഓൾ ഓഫ് ദി ബാസ്ക്കറ്റ് സ്ട്രാറ്റജീസ് ഹാവ് നോട്ട് ബാസ്ക്കറ്റ്. ഓക്കെ, അപ്പം ഇത് ബാസ്ക്കറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം, ആദ്യം നിങ്ങളിവിടെ നമ്മൾ ബിൽഡ് ചെയ്ത സ്ട്രാറ്റജീനെ ബാക്ക് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷമാണ് ബാസ്ക്കറ്റ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇറേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പറയും. യെസ്, ഇതാണ് പറഞ്ഞത്. ആദ്യം ഈ 2 സാധനവും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വാ, എന്നിട്ട് ബാസ്ക്കറ്റിൻ്റെ റിസൾട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ ബാക്ക് ടെസ്റ്റ് കൊടുക്കുന്നു. ഇതിൽ ഇത്രയും പോയിന്റ്സ്, എത്ര രൂപ നിങ്ങൾക്ക് ഓരോ ബാക്ക് ടെസ്റ്റിനും വേണമെന്ന് പറയും. ഇത് ഓൾറെഡി നമ്മൾ ടെസ്റ്റിംഗ് അക്കൗണ്ട് ആയതുകൊണ്ട് 0 ആണ്. നിങ്ങൾ മേ ബി എടുക്കുമ്പോൾ ചിലപ്പം 50 പോയിന്റോ 10 പോയിന്റോ ഒക്കെ ആയിരിക്കും ബാക്ക് ടെസ്റ്റിന്. 1 മന്ത് ഒക്കെ ഫ്രീ ആണ്. സോ നിങ്ങൾ തന്നെ നോക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രാറ്റജി പോകുന്നു, ബാക്ക് ടെസ്റ്റ് കൊടുക്കുന്നു. ഇപ്പം 3 ഇയർ ആണ് ഞാൻ ചെയ്യേണ്ടത്. 3 കൊല്ലം വരെയുള്ളതുണ്ട്. 3 കൊല്ലത്തേക്ക് ബാക്ക് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റണ്ണിങ് ആണ്. 14 മിനിറ്റ് എന്നൊക്കെ പറയണ, പക്ഷെ അത്രയൊന്നും വേണ്ട. ഒരു 1-2 മിനിറ്റിനുള്ള റിസൾട്ട് കിട്ടും. യെസ്, ബാക്ക് ടെസ്റ്റ് റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 3 മന്ത്സിൻ്റെ, 6 മന്ത്സിൻ്റെ, 1 ഇയറിൻ്റെ ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽ റിപ്പോർട്ട് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനിൽ മോർ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഡെയിലി അനാലിസിസ്, ഡേ അനാലിസിസ്, ഇതിൻ്റെ മന്ത് അനാലിസിസ്, ഇയർ അനാലിസിസ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇതുപോലെ PDF ആയിട്ട് കിട്ടും. സോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ട് ഇത്ര ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സൈറ്റ് നിങ്ങൾക്ക് ഉണ്ടോ? സോ ഇതാണ് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം. ആൻഡ് ഞാൻ പ്രധാനമായിട്ട് ഒരു കാര്യം പറയട്ടെ, ഈ ബാക്ക് ടെസ്റ്റ് ഡേറ്റേനെ അത്ര അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഞാൻ എപ്പോഴും പറയുന്നത് ക്വാണ്ടിറ്റി കുറച്ച് ഒരു ലോട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, ആശാന്റെ സ്ട്രാറ്റജി ചെയ്യാൻ 30,000 രൂപ മതി. നിങ്ങൾ ഇതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് സമയം കളയുന്നതിനും പകരം നെക്സ്റ്റ് വരാൻ പോകുന്നൊരു 4-5 ആഴ്ച ട്രേഡ് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇഷ്യൂസൊക്കെ വേറെയാണ്. ബാക്ക് ടെസ്റ്റിൽ അതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. സോ റിസ്ക് 1% അല്ലേ? അങ്ങറ്റം പോയി കഴിഞ്ഞാൽ ഒരു മാസം 4% പോകും. പൊക്കോട്ടെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഗുണമാവുന്ന ഒരു കാര്യമല്ലേ? സോ എപ്പോഴും റിയൽ ട്രേഡിങ്ങിൽ വിശ്വസിക്കുക. പേപ്പർ ട്രേഡിങ്ങും ബാക്ക് ടെസ്റ്റിങ്ങും നിങ്ങൾ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് മാത്രം ചെയ്യാം. ഇറേഴ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് പുട്ട് സ്പ്രെഡ് കൂടിയും ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ബുൾ പുട്ട് സ്പ്രെഡ് ഇവിടെ ബാക്ക് ടെസ്റ്റ് കൊടുക്കുന്നു. 3 ഇയർ ഡേറ്റ ബാക്ക് ടെസ്റ്റ്. ഒരു 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആ റിപ്പോർട്ടും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. യെസ്, അങ്ങനെ പുട്ട് സ്പ്രെഡും ബാക്ക് ടെസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ കിട്ടും ഡേറ്റ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ മോർ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് റിപ്പോർട്ടും കിട്ടും. അപ്പോൾ സ്ട്രാറ്റജി ഓൾറെഡി ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തു.
ഇനി ബാസ്ക്കറ്റ് പ്രാക്ടീസ് ചെയ്യാം. നേരെ ബാസ്ക്കറ്റിൽ പോകുന്നു, ഇവിടെ ബാക്ക് ടെസ്റ്റ് കൊടുക്കുന്നു. യെസ്, എത്ര പോയിന്റ് ബാക്ക് ടെസ്റ്റിന് വേണ്ടി പോകുന്നൊക്കെ ഇവിടെ കാണിക്കും കേട്ടോ. യെസ്, ബാസ്ക്കറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ട് ആവറേജ് റിട്ടേൺ, എത്ര ക്യാപിറ്റൽ വേണം, ഇത്തരം കാര്യങ്ങൾ. ഇത് നമ്മൾ ഇത്ര ലോട്ട് ഉള്ളത് കൊണ്ടാണ്. എത്ര ലോട്ടാണ് പറഞ്ഞിരിക്കുന്നത്? 20 ലോട്ടോ. അത്രയും ലോട്ട് ഉള്ളത് കൊണ്ട് അതിന് വേണ്ട ക്യാപിറ്റൽ 7,26,000 രൂപ മതി. ഞാൻ 10 ലക്ഷമുള്ള അക്കൗണ്ടാണെന്ന് വിചാരിച്ചാണ് ഇത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ 7.2 lakhs ആണ് സ്റ്റിൽ യൂസ് ചെയ്യുന്നുള്ളൂ. 2 lakhs മാറ്റിയിരിക്കുന്നുണ്ട്. അത് എപ്പോഴും നല്ലതാണ്. ഞാൻ പറയാറില്ലേ, ഏത് സ്ട്രാറ്റജി ചെയ്യുമ്പോഴും ഒരു 20% ക്യാഷ് മാറ്റി വെച്ചേക്കണം. എൻ്റെ രീതി അതാ. ഇപ്പം എൻ്റെ 50 ലക്ഷം അക്കൗണ്ടിൽ 40 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ഉണ്ടാവുള്ളൂ. ബാക്കി 10 ലക്ഷം ബാങ്ക് അക്കൗണ്ടിൽ കിടക്കായിരിക്കും. അതും FD ആയിട്ട് ഇട്ടേക്കാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ICICI ആയതുകൊണ്ട് തന്നെ, ICICI ബാങ്കാണ് ഡിമാറ്റ് അക്കൗണ്ട് തന്നെ, അതിൽ FD ഇട്ട് അതിനൊരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കാര്യം അത് ഉപയോഗിക്കണേ ഇല്ല, പക്ഷെ അതിനൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ എന്താണെന്നറിയാൻ ഞാൻ ICICI ഡിമാറ്റിൻ്റെ ഗുണങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ICICI ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. 1 രൂപ പോലും നമുക്കൊരു ഇൻകം കിട്ടാതെ മിസ്സാവരുത്, അതാണ് ഉദ്ദേശം. ക്ലിയർ? സോ ബാക്ക് ടെസ്റ്റ് കഴിഞ്ഞു. ഇനി എന്ത് വേണം? ഡിപ്ലോയ്. ഇനിയാണ് മെയിൻ സ്ട്രീം വരെ. ഇവിടെ ഡിപ്ലോയ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഇവിടെയാണ് നിങ്ങൾക്ക് ഇത് പേപ്പർ ട്രേഡിലാണോ ലൈവിലാണോ എന്നുള്ളത് കൊടുക്കേണ്ടത്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണം. അവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റിയത്, ഇവിടെ നിങ്ങൾ കൊടുക്കണ്ട കേട്ടോ. ആക്ച്വലി ഇവിടെ നിങ്ങൾ 20x കൊടുക്കണ്ടേ, നിങ്ങൾ റൺ ചെയ്യുമ്പോൾ കൊടുത്താൽ മതി. ഇവിടെ തൽക്കാലം 1x തന്നെ കൊടുത്താൽ മതി. അതെനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. സേവ്. ഇപ്പോൾ നമ്മൾ 1x കൊടുത്തിട്ടുള്ളൂ. ആൻഡ് ഡിപ്ലോയ്. ഇവിടെയാണ് നിങ്ങൾ എക്സ് മൾട്ടിപ്പിൾ കൊടുക്കുക. അപ്പോൾ എന്താ കൊണ്ടെന്ന് വെച്ചാൽ അവിടെ 20 കൊടുത്ത് ഇവിടെയും 20 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 × 20 മൾട്ടിപ്പിൾ പോകും. സോ ഇവിടെ നിങ്ങൾ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ കൊടുക്കുക. 20x കൊടുക്കുന്നു. പേപ്പർ ട്രേഡോ ലൈവ് ട്രേഡോ, ഞാൻ പറയുന്നത് ഈ 20ലേക്കും പേപ്പർ ട്രേഡിലേക്കും ഒന്നും പോവാതെ ഫസ്റ്റ് ഒരു മാസം 1 ലോട്ടോ 2 ലോട്ടോ വെച്ച് ചെയ്ത് നോക്ക്. എന്നിട്ട് കോൺഫിഡൻസ് വന്നാൽ മാത്രം കൂടുതൽ ലോട്ട് കൂട്ടിയാൽ മതി. ലൈവ് ട്രേഡിംഗ് എടുക്കുന്നു, അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് എടുക്കുന്നു, ഡിപ്ലോയ്, ക്ലിക്ക്, കംപ്ലീറ്റ്, സ്ട്രാറ്റജി ഡിപ്ലോയിഡ്. തീർന്നില്ല. ഇവിടെ ടെർമിനലിൽ വന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ബാസ്ക്കറ്റ്, ഇപ്പോൾ ചെയ്തിരിക്കുന്ന ബാസ്ക്കറ്റ് ഏതാണ്? അതിശക്തം IC, ഈ ലാസ്റ്റ് ഇരിക്കുന്നതാണ്. ഇത് ഇപ്പോൾ പോസ്റ്റ് ആയിരിക്കും കിടക്കുക. ഇത് റൺ ചെയ്യണം. ആ പണിയോട് കഴിഞ്ഞാലാണ് ആവുള്ളൂ. ഡിപ്ലോയ് മാത്രം ക്ലിക്ക് ചെയ്യുമ്പോൾ പോരാ, ഇവിടെ സ്റ്റാർട്ട് കൂടി കൊടുക്കണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, ആക്റ്റീവ്. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇനി ദിവസവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ എൻ്റെ കണക്ട് ചെയ്തിരിക്കുന്ന ഡിമാറ്റ് ആലിസ് ബ്ലൂ ആണ്. ഞാൻ ചെയ്യേണ്ടത് ആലിസ് ബ്ലൂവിൽ ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിഫ്റ്റി മാത്രമാണെങ്കിൽ ഒരു 30,000 to 50,000 മെയിൻറ്റെയിൻ ചെയ്യുക. 5 ഇൻഡേഴ്സസും ഒരു ലോട്ട് വെച്ച് റൺ ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ മതി. ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ലോട്ട് സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ടെർമിനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ കിട്ടും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സാധനം മാനുവലി സ്ക്വയർ ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് മാനുവലി സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്ക്വയർ ഓഫ്, ട്രേഡിംഗ് അവേഴ്സിൽ ഇവിടെ സ്ക്വയർ ഓഫ് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ മാനുവലി ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഈ സ്ട്രാറ്റജി പോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പോസ് ചെയ്യാം. പിന്നെ റണ്ണാവില്ല. ഇവിടെ അൺഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇത് വേണ്ട, ക്യാൻസൽ ചെയ്ത് കളയണമെങ്കിൽ അൺഡിപ്ലോയ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസലുമായി പൊക്കോളും. ഇത് ഇത്ര സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാം. ഏറ്റവും രസകരമായ കാര്യം, ഇനി ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ആലിസ് ബ്ലൂവോ എന്താണ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ആ അക്കൗണ്ടിൽ പൈസ ഇട്ട് ചുമ്മാ ഇതുപോലെ ആലിസ് ബ്ലൂ എടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇതാ എടുക്കുന്നു, പൊസിഷൻ ചുമ്മാ കാണുന്നു. ഇതൊന്നും ഞാൻ എടുക്കുന്ന ട്രേഡല്ല. ഇപ്പോൾ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് 16 ഓർഡേഴ്സ് ഉണ്ട്. ഞാൻ വേറെ കുറച്ച് ട്രേഡ് കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി വൈകുന്നേരം ക്ലോസ് ആയി. നിങ്ങൾക്ക് നോക്കി അറിയാം. ടൈം നോക്കിയേ, ഇവിടെ ടൈം കാണിക്കുന്നുണ്ട് 15:25. ദാറ്റ് മീൻസ് 3:25 ബാങ്ക് നിഫ്റ്റി തന്നെ ക്ലോസ് ആയി. നിഫ്റ്റി പുതിയ ട്രേഡ് SL വന്നതൊക്കെ തന്നെ ചെയ്തോളും. ജസ്റ്റ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ മാത്രം വെരിഫൈ ചെയ്യുക. അതും വേണ്ട, മാസം അവസാനം വന്ന് എനിക്ക് എത്ര രൂപ ലാഭം കിട്ടിയെന്ന് മാത്രം ബാലൻസിൽ എടുത്ത് നോക്കിയാൽ മതി. എല്ലാ മാസവും രാവിലെ റൺ ചെയ്യുന്നു. മാസം അവസാനം വന്ന് ഇപ്പം ആശാൻ പറഞ്ഞ രീതിക്ക് ആഴ്ചയിൽ 1%, മാസത്തിൽ 4% കിട്ടണ്ടേ? നിങ്ങൾ 10 ലക്ഷം രൂപയാണെങ്കിൽ 4% വരുമാനം നിങ്ങൾക്ക് കിട്ടിയോന്ന് മാത്രം ചെക്ക് ചെയ്യുക. ഒരു ക്ലിക്കും ആവശ്യമില്ല. എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പോൾ മാത്രം ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇതൊരു സിസ്റ്റം ജനറേറ്റഡ് ആയതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ടെക്നിക്കൽ ഇറർ വന്നാൽ നമ്മൾ ടീമിനെ കോൺടാക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. വരുന്ന ഇറേഴ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കാനുള്ള പണികൾ ഞങ്ങൾ നോക്കിക്കോളാം. സ്റ്റിൽ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ടെസ്റ്റിങ്ങിൽ കാണാത്ത ഒരു ഇറർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബലായിട്ട് വരുന്ന ഇറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ഇത്ര കോംപ്ലിക്കേറ്റഡ് സ്ട്രാറ്റജി, ശരിക്കും കൊല്ലങ്ങളായിട്ട് വീക്കിലി 1% എടുത്തുകൊണ്ടിരിക്കുന്ന ഇത്ര കോംപ്ലിക്കേറ്റഡ് സ്ട്രാറ്റജി കുറച്ച് അപ്ഡേറ്റ് കൂടി തന്നു. എന്തൊക്കെ അപ്ഡേറ്റ് നമ്മൾ ചെയ്തു? പുള്ളി ഒരു ഇൻഡേഴ്സിലാണ് നമ്മൾ 5 ഇൻഡേഴ്സും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പുള്ളി അതിനുവേണ്ടി ഫണ്ട് മാറ്റി വെച്ചു. നമ്മൾ നല്ല സ്റ്റോക്കുകൾ മേടിച്ച് അത് പ്ലെഡ്ജ് ചെയ്ത് ആ പൈസ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഇത്തരം ബെനിഫിറ്റുകൾ നിങ്ങൾക്കും കിട്ടണമെങ്കിൽ ഈ സൈറ്റ് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് ഇതിൽ കയറി നോക്കാനോ ടെസ്റ്റ് ചെയ്ത് നോക്കാനോ ഒന്നും പൈസ തരേണ്ടതില്ല. ഇതുപോലെ റൺ ചെയ്യാനാണെങ്കിൽ പെർ ഓർഡറിന് മാത്രം നിങ്ങളൊരു 2 rupees, പിന്നെ ബാക്ക് ടെസ്റ്റ് ഒക്കെ കൂടുതൽ സമയത്തിലേക്ക് ചെയ്യണമെങ്കിൽ അതും ചെറിയ രൂപകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എങ്ങനെ തലകുത്തിയിരുന്നാലും ഒരു 100 രൂപ 200 രൂപയ്ക്കുള്ളൊന്നും ചിലപ്പോൾ നിങ്ങൾ എനിക്ക് തരേണ്ടി വരില്ല. എനിക്കറിയില്ല കേട്ടോ. ഈ 5 സ്ട്രാറ്റജിയും റൺ ചെയ്യുന്നുണ്ടെങ്കിൽ 8 വെച്ചിട്ട് അതൊന്ന് കൂട്ടി നോക്കും നിങ്ങൾ. 2 rupees പെർ ഓർഡർ.
അത് എത്ര ക്വാണ്ടിറ്റി എടുത്താലും അതാണ് നമ്മുടെ കോസ്റ്റ് ഉള്ളൂ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടേതായ ഏതെങ്കിലും സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേമസ് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി പറഞ്ഞു തരുന്ന ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്, എൻ്റെ സ്ട്രാറ്റജി ഉണ്ട്, PR സുന്ദർ ഉണ്ട്, ഷാരിഖിൻ്റെ മറ്റ് സ്ട്രാറ്റജികളുണ്ട്, നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി മെയിൻ ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ പറയുന്ന സ്ട്രാറ്റജി ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ഒരു ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം. നിങ്ങളുടെ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി. ഇപ്പോൾ പലരും ചെയ്യുന്ന പരിപാടി ഒരു വീഡിയോ ലിങ്ക് അയച്ചു തരും. ഇപ്പം PR സുന്ദറിൻ്റെ ഒരു വീഡിയോ അയച്ചു തരും, ഇതൊന്ന് ബിൽഡ് ചെയ്ത് തരുമോ? അത് ചിലപ്പോൾ പറ്റില്ല. കാരണം ആ വീഡിയോ കണ്ട് പാരാമീറ്റേഴ്സ് എഴുതാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ആ പണിയൊക്കെ നിങ്ങൾ ചെയ്യണം. വന്നാൽ സഹായിക്കാം. കാരണം നമുക്ക് ഓൾറെഡി ഓവർലോഡ് നമ്മുടെ ട്രേഡേഴ്സിനുണ്ട്. ഇതെടുത്ത് വയ്ക്കാൻ പറ്റില്ല. സ്വല്പം സ്വന്തം ബുദ്ധി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ക്ലിയർ? ആൻഡ് ഒരു കാര്യം കൂടി വീണ്ടും പറയുന്നു, ഇതൊന്നും നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട. ഈ കമ്മ്യൂണിറ്റിയിലുണ്ട് അത്യാവശ്യം വേണ്ടതൊക്കെ. ഫേമസ് ആയിട്ടുള്ള മെയിൻ സ്ട്രീം സ്ട്രാറ്റജികൾ 150 ഉണ്ട്. ഇപ്പോൾ ഷാരിഖിൻ്റെ എല്ലാ സ്ട്രാറ്റജി ഉണ്ട്. നമ്മളുടെ ബ്ലൈൻഡ് സ്ട്രാറ്റജി ഈ ട്രേഡിംഗ് ഐഡിയാസിലുണ്ട്. വരും ദിവസങ്ങളിൽ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി കൂടി ആഡ് ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാം ഒറ്റ വീഡിയോയിൽ ഞാൻ പറയേണ്ട വരുമോ? ഇവിടെ നിങ്ങൾ സ്ട്രാറ്റജി പോകുന്നു, ബിൽഡ് സ്ട്രാറ്റജി കൊടുക്കുന്നു, ചാർട്ടിംഗ് ബ്രിഡ്ജ്. ഇത് കണ്ടോ? ഈ ചാർട്ടിംഗ് ബ്രിഡ്ജ് എന്നുള്ളൊരു ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ വെച്ച് ട്രേഡ് ചെയ്യാം. ഇതിന് ട്രേഡിംഗ് വ്യൂ ആയിട്ട് ഒരു കണക്ഷൻ വേണം. ഒരു API ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. എങ്ങനെ നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂയും നമ്മളുടെ ആൽഗോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി റൺ ചെയ്യാം. അപ്പോൾ എന്താ കൊണ്ടെന്ന് പറയട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലുള്ളത് HDFC ബാങ്കിൻ്റെ ട്രേഡുകൾ കണ്ടോ? ഇവിടെ എവിടെയോ ഉണ്ട്. HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് ഇന്ന് 10-20 ലോട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജിയാണ്. 20 മൂവിങ് ആവറേജിനെ HDFC ബാങ്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ആവും, തിരിച്ച് വന്ന് പോയി കഴിഞ്ഞാൽ SL ആവും. അതാണ് സ്ട്രാറ്റജി. വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഇത് ബിൽഡ് ചെയ്യാം. ഒരു വിവാപ്പിൻ്റെ ക്രോസോ ഒരു മൂവിങ് ആവറേജോ അതൊക്കെ ട്രേഡിംഗ് വ്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ, നമ്മളല്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പാരാമീറ്റേഴ്സ് ട്രേഡിംഗ് വ്യൂവിൽ ട്രിഗർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇതിൽ ട്രേഡ് എടുക്കും. സോ അത്ര അഡ്വാൻസ്ഡ് ആണ്. അതെങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഒരു ബ്ലൈൻഡ് സ്ട്രാറ്റജി റിപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. നമുക്കറിയാവുന്ന സ്ട്രാറ്റജികളൊക്കെ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്ത് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും ദിവസങ്ങൾ വരുന്നതായിരിക്കും. തൽക്കാലം നിങ്ങൾ ആശാൻ്റെ സ്ട്രാറ്റജി ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഒരു സൂപ്പർ സ്ട്രാറ്റജി തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2-3 ട്രേഡുകൾ ലാഭത്തിൽ ഒരാഴ്ച പോയാൽ പോലും ഒരു 5% എങ്കിലും നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ മന്ത് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ലാസ്റ്റ് ഒരു 2 വീക്സ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. 2 SL ആണ് കഴിഞ്ഞ 2 വീക്സിൽ വന്നിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഇത്. അതും ഒരു ലോസ് അല്ല, ബാക്കിയുള്ളവർക്ക് പ്രോഫിറ്റ് ആയതുകൊണ്ട് ഗുഡ് റിട്ടേൺസ് തന്നെയാണ്. ഈ മാസം ക്ലോസ് ചെയ്യുമ്പോൾ എത്ര ശതമാനം റിട്ടേൺ കിട്ടും എന്നതിനെ നോക്കിയിരിക്കും. ലാഭവും നഷ്ടമൊക്കെ നമ്മുടെ കയ്യിലല്ല. ട്രേഡിംഗ് സ്റ്റൈലും മാർക്കറ്റ് കണ്ടീഷനൊക്കെ ഇത് പെടുത്തിയാണ്. നമുക്കിതിനെ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ തീരുമാനിക്കുന്നത് മാർക്കറ്റാണ്. ലാഭവും നഷ്ടവും ഒരാൾക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. സോ എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് വേണ്ടി ടീമിനെ കോൺടാക്ട് ചെയ്യുക. നമ്മളുടെ ഒപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ സർവീസുകളെല്ലാം ആസ്വദിക്കുക. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഒപ്പം ലൈവ് ട്രേഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റികളുണ്ട്. ഇതിലൊക്കെ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭവും നഷ്ടവും വയ്ക്കാം. ബൈ.